ഇതുകാൽ ഞാനെ ഒത്തിരി സ്നേഹിക്കുന്ന, ഞാൻ ആത്മീയ ശുശ്രൂഷയിൽ ഒത്തിരി ബഹുമാനിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ, പ്രിയ ആമേൻ കർത്താവിന്റെ ദാസൻ, മറ്റുള്ള ദൈവമക്കൾ എല്ലാവർക്കുമായി ക്രിസ്തീയ വന്ദനത്തിൽ അറിയിക്കുകയാണ്. ബിജോ പാസ്റ്റർ കുറെ നാളുകൾക്ക് മുമ്പേ എന്റെ ചർച്ച വരുവാനും കർത്താവിന്റെ വചനത്തെ ശുശ്രൂഷിപ്പാനൊക്കെ കർത്താവിന്റെ ദാസനെ ദൈവം സഹായിച്ചു. അതിനുശേഷം ഞങ്ങൾക്ക് സത്യത്തിൽ നേരിട്ട് കാണുവാനോ സംസാരിക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. പലവട്ടം വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ശുശ്രൂഷയിൽ ഒരുമിച്ച് കണക്ട് ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും ഇന്ന് രാത്രി ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ കടന്നു വന്ന് കർത്താവിന്റെ വചനത്തെ ശുശ്രൂഷിപ്പാൻ എന്നെ ക്ഷണിച്ച കർത്താവിന്റെ ദാസനോട് കുത്തികാലുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായി ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു സുഭാഷ് പാസിനകത്തുണ്ടെന്ന് തോന്നുന്നു. കർത്താവിന്റെ ദാസനെയും സഹായിക്കട്ടെ. പ്രിയ മനോജ് ചായനെ എല്ലാവരും ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദി പറയുന്നു. ആമേൻ. എനിക്ക് പരിചിതരായ ഒന്ന് രണ്ട് പേരുടെ മുഖമാണ് ഞാൻ കാണുന്നത്. കർത്താവ് നിങ്ങൾ എല്ലാവരും സഹായിക്കട്ടെ. ഈ പ്ലാറ്റ്ഫോമിൽ കകത്തൂടെ വളരെ ശക്തമായി കർത്താവിന്റെ വചനത്തെ ലോകത്തോട്, കാലഘട്ടത്തോട് ഈ ദിവസങ്ങളിൽ വളരെ ആധികാരികമായി ശുശ്രൂഷിക്കുന്ന ആമേൻ അനുഭവങ്ങൾ ഞാൻ പല സമയങ്ങളിൽ കർത്താവദാസന്റെ ശുശ്രൂഷകൾ ഓൺലൈനായിട്ടൊക്കെ ഞാൻ ചില സമയങ്ങളിൽ കണ്ടിട്ടുണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ കടന്നു പോകുന്നതിൽ ഒത്തിരി സന്തോഷം. കർത്താവ് പ്രിയ ബിജോ പാസെ ശക്തമായിട്ട് പിന്നെ യൂസ് ചെയ്യട്ടെ. ഒട്ടും മുഖവരെയൊന്നും കൂടാതെ തന്നെ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് ഞാൻ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവദാസൻ പറഞ്ഞ പോലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ബാംഗ്ലൂർ പട്ടണത്തിന്റെ വിവിധ ഭാഗങ്ങളായിരുന്നു. അമ്മേൻ ഞാൻ ഈവനിങ് ടൈമാണ് ഞാൻ വീട്ടിലെത്തിയത്. വൈകുന്നേരം വന്നു, അല്പസമയം വീട്ടിൽ ചെലവഴിച്ച് ഞാൻ നേരെ ഓടി ഇങ്ങി വരുമായിരുന്നു. അതിൻ്റെതായ ക്ഷീണാവസ്ഥകളുണ്ട്. എങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവ് വലിയ കാര്യങ്ങൾ ഇന്ന് രാത്രി ചെയ്യും. ഒരു പ്രാവശ്യം നമ്മുടെ കണ്ണുകളെ അടച്ച് എല്ലാവരും അന്തരങ്ങളെ തുറന്നു അന്യഭാഷയെ പ്രാർത്ഥിക്കാൻ കഴിയുന്നവരെല്ലാം അന്യഭാഷയിൽ നിന്ന് പ്രാർത്ഥിക്കുക. എല്ലാ ക്രോസ് മാറ്റാതരമാശയ മരദമന സന്ധരി ജാന ഹർത്തന പ്രഭാഷ്മാനി അർദ്ധനാസിയ ഉഷേധ മനാസി അർദ്ധനി രകൽഖമാനി അസ്മാധനാനകസി ജുഗാദമന്ധന വൈശ്യപ്രവാദി കർമ്മവേദ ഘടകസിയ. ഇന്ന് രാത്രിയിൽ ചിലതിന്റെ മേൽ ദൈവത്തിന്റെ ആധിപത്യം വെളിപ്പെടും. ദൈവിക ആധിപത്യം ഇന്ന് രാത്രി ചില വിഷയങ്ങളുടെ മേൽ ആഴമായി വെളിപ്പെടുന്ന രാത്രിയായി മാറുവാൻ നമുക്ക് വേണ്ടി ആർ കല്ലുരുട്ടി മാറ്റുമെന്ന് ചോദിച്ച ഇടത്ത് തന്നെ ആമേൻ ആ കല്ലിന്റെ മുകളിൽ ദൂതൻ ആധിപത്യം ചെലുത്തിയതുപോലെ ഏത് വിഷയത്തിന്റെ മുമ്പിലാണോ ഭാരപ്പെട്ടത് അതേ വിഷയത്തിന് മേൽ സ്വർഗീയ ആധിപത്യം വെളിപ്പെടുന്ന രാത്രിയായി മാറുവാൻ കാലഘട്ടങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൈവമഹത്വത്തിന്റെ ആഴങ്ങൾ സംഭവിക്കപ്പെടുവാൻ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ആമേൻ ഇന്ന് രാത്രി ചെയ്യുവാൻ കഴിയുന്ന സർവശക്തന്റെ കരത്തിലേക്ക് യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ജനത്തിന്റെ മേൽ അസാധാരണമായ കാര്യങ്ങൾ സംഭവിക്കപ്പെടേണ്ടതിന് അർദ്ധമന ഘടകസിയാല ഉടമനമനി ഘടകതിനി അൽഖുഡിമാന ഹത്തുന റകൽഖമന ഘടകസി വേദമന ഘടക സത്തുനി രഗസ് കലാധന പ്രബന്ധ രക്ഷസി വൈഡമന ഘടകസിയ പ്രവചനാധികാര വേദ പ്രബന്ധ രക്ഷസി അർദ്ധമന ഘടകൽ കുടിയാര വൈശ്യപ്രബന്ധന രഹസ്യ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ദൈവ സാന്നിധ്യം ഈ ജനത്തിന് മേൽ വെളിപ്പെടുമ്പോൾ ഇവരുടെ വിഷയങ്ങളുടെ മേൽ സമ്പൂർണ്ണ ദൈവിക ആധിപത്യം വെളിപ്പെടുവാൻ നാളുകളായി പ്രാർത്ഥിക്കുന്നതോ ആഗ്രഹിക്കുന്നതോ ആത്മമണ്ഡലത്തിൽ കാത്തിരിക്കുന്നതുമായ ദൈവപ്രവർത്തിയുടെ ചലനങ്ങൾ ഇന്ന് രാത്രി സംഭവിക്കപ്പെടുവാൻ ഈ പ്രത്യേക ഈ പ്ലാറ്റ്ഫോമിൽ നടക്കുന്ന മീറ്റിംഗിന്റെ 6ാമത്തെ രാത്രി പരിശുദ്ധാത്മാവിൽ ചിലതാഴമായി വെളിപ്പെടുവാൻ അധരമനഘടകസ്യ അർത്ഥമനഘടകസ്യ. ചില കുടുംബങ്ങളുടെ മേൽ ഇത് രാത്രി ദൈവപ്രവർത്തി നടക്കാൻ പോവുകയാണ്. ചില കുടുംബങ്ങളുടെ മേൽ അസാധാരണമായി വിടുതൽ നടക്കാൻ പോവുകയാണ്. ചില തലമുറകളുടെ വിഷയത്തിനകത്ത് ഇന്ന് രാത്രി ദൈവിക ചലനങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. ചില വാക്തത്വങ്ങളുടെ മേൽ ചുരുളുകൾ അഴിയുന്ന രാത്രിയായി മാറാൻ പോവുകയാണ്. അസാധാരണമായ തുടക്കങ്ങൾ ഇന്ന് രാത്രി ഈ മീറ്റിങ്ങിനകത്ത് വെളിപ്പെടാൻ പോവുകയാണ്. അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവിന്റെ നാമത്തെ ആഴമായിട്ടൊന്ന് സ്തോത്രത്തോടെ സ്തുതികളോടുകൂടെ ഉയർത്തുവാൻ കഴിയുന്നവർ യേശുവിന്റെ നാമത്തിൽ സ്വർഗപിതാവേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരം ഇന്ന് രാത്രിയിൽ ഈ ജനത്തിന് മേൽ അങ്ങ് വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. അവിടുത്തെ വലിപ്പത്തെ ആഴമായി വെളിപ്പെടുവാൻ
ഇവരുടെ പ്രശ്നങ്ങളോ ഇവരാഗ്രഹിക്കുന്ന വിഷയങ്ങളിലോ തുറക്കേണ്ട വാതിലുകളുടെ മേലോ ദൈവിക സമ്പൂർണ്ണ ആധിപത്യം വെളിപ്പെടേണ്ടതിന് സർവശക്തന്റെ കരത്തിലേക്ക് ഇന്ന് രാത്രി ജനത്തെ ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ ജനത്തെ ഞാൻ ആശീർവദിക്കുന്നു. അത്ഭുതം ചെയ്യും യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. കരവും ശബ്ദം ഉയർത്തി ഒന്ന് കർത്താവിന് നന്ദി പറഞ്ഞാൽ. ഓക്കെ, നിങ്ങളായിരിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും വളരെ ശ്രദ്ധയോടിരിക്കുക. നമ്മൾ വ്യത്യസ്ത സാഹചര്യത്തിലാണെങ്കിലും നമ്മൾ ദൈവ സാന്നിധ്യത്തിന്റെ മുമ്പിലാണ്, ദൈവവചനത്തിന്റെ മുമ്പിലാണ്. ആ ഒരു ബോധ്യത്തോടു കൂടെ തന്നെ ആത്മീയ ശുശ്രൂഷകളിൽ ഗൗരവം കാണിച്ചുകൊണ്ടിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. വളരെ ഇന്ന് രാത്രി ദൈവ സാന്നിധ്യം ഇതിനകത്തുണ്ട്. ഞാൻ ഒട്ടും മുഖവര് കൂടാതെ തന്നെ കർത്താവിനെ ഏൽപ്പിച്ച ചില കാര്യങ്ങൾ സംസാരിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനൊക്കെ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒക്കെ അതിന് ആധാരമായി എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 19-10 വാക്യങ്ങൾ ഒന്ന് വായിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നന്നായിരുന്നു. എഫേസ്യർ ലേഖനം 1-ാം അധ്യായം 9-10. എന്റെ ശബ്ദം ക്ലിയർ ആണല്ലോ അല്ലെ? അവനിൽ താൻ മുൻ നിർണയിച്ച തന്റെ പ്രസാദത്തിന് തക്കവണ്ണം തന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. അത് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായി കൊണ്ട് തന്നെ അവനിൽ നാം അവകാശവും പ്രാപിച്ചു. വളരെ ആധികാരികമായി പരിശുദ്ധാത്മാവിൽ വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്ന തിരുവെഴുത്തിനെ ഈ രാത്രി നിങ്ങളോട് സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിനോട് ആവശ്യപ്പെടുമ്പോൾ ഈ രാത്രി ചില ചലനങ്ങൾ ആത്മമണ്ഡലത്തിലും ഭൗതിക മേഖലയിൽ ഒരുപോലെ സംഭവിക്കപ്പെടുമെന്ന് ഞാൻ ആത്മാവിൽ വിശ്വസിക്കുകയാണ്. ഒത്തിരി പ്രാർത്ഥനകൾ വേദപുസ്തകത്തിനകത്തുണ്ടെങ്കിലും ചില പ്രാർത്ഥനകൾ നമ്മെ തന്നെ മാറ്റിമറിക്കുന്ന പ്രാർത്ഥനകളാണ്. ആമേൻ. അതിനകത്ത് ഏറ്റവും പ്രാധാന്യമായ പ്രാർത്ഥനയാണ് നസ്രയൻ ഗെത്സമന തോട്ടത്തിൽ പിതാവിന്റെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ആമേൻ ഏറ്റവും ആർക്കും മാറ്റിമറിക്കുവാൻ കഴിയാത്ത പ്രാർത്ഥനയുടെ വാചകങ്ങൾ. ആമേൻ. എങ്കിലും എന്റെ ഹിതമല്ല നിന്റെ ഹിതം നിവർത്തിയാകട്ടെ എന്നുള്ള തന്റെ മേലുള്ള ദൗത്യത്തെ ആത്മാവിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് പുത്രൻ പിതാവിന്റെ നിയോഗത്തിന് വേണ്ടി വേർതിരിക്കപ്പെടുന്ന അസാധാരണമായ ഒരു പ്രാർത്ഥന വേദപുസ്തകത്തിനകത്ത് നാം കാണുന്നുണ്ട്. അപ്പോൾ തന്നെ വിശുദ്ധ ബൈബിളിന്റെ പല ഭാഗങ്ങളിലും ആത്മീകപരമാകുന്ന വളർച്ചയ്ക്കും ഒരു ദൈവമനുഷ്യൻ ഏത് വിധത്തിലായിരിക്കണമെന്നും ദൈവസഭയുടെ വളർച്ച ഏത് വിധത്തിലാകും എന്നും തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള വ്യത്യസ്തമായ പ്രാർത്ഥനകൾ വിശുദ്ധ ബൈബിളിനകത്ത് നമുക്ക് കാണുന്നുണ്ട്. അതിനകത്ത് ശ്രദ്ധേയമായ ഒരു പ്രാർത്ഥനയാണ് അപ്പോസ്തലനായ പോൾ പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനകൾ. ആമേൻ. ഇവിടെ എഫേസ്യ ലേഖനം ശരിക്കും പറഞ്ഞാൽ സഭ എന്താണെന്നും സഭയുടെ മേൽ ക്രിസ്തു കേന്ദ്രീകൃതമാകുന്ന അവകാശങ്ങളും അധികാരങ്ങളും എന്തു തന്നെയാണെന്നും ആത്മാവിൽ വിവർത്തനം ചെയ്തുകൊണ്ട് സഭ സാധാരണമാകുന്ന ഒരു അന്തരീക്ഷത്തിലല്ല എന്നും അത് ക്രിസ്തുവിന്റെ തലയോളം വളർത്തപ്പെടേണ്ടതായ ഒരു അനുഭവം സഭയുടെ മേൽ ഉണ്ടെന്നും തിരിച്ചറിയത്തക്ക വിധത്തിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന കൂടെയാണ് എഫേസ്യ ലേഖനത്തിലെ വിവിധ പ്രാർത്ഥനകൾ. ആമേൻ. 1-ാം അധ്യായത്തിന്റെ ഈ 9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസിന്റെ ശ്രേഷ്ഠമായ പ്രാർത്ഥനാ വാചകങ്ങളെയാണ് നാം കാണുവാൻ കഴിയുന്നത്. പ്രാർത്ഥനാ വാചകങ്ങളോ തന്റെ ആഗ്രഹങ്ങളോ എന്നൊക്കെ പറയാം. ഓക്കെ, ഈ ദൈവമനുഷ്യൻ പറയുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന വാചകങ്ങൾ ഇന്ന് രാത്രി നമ്മുടെ ആത്മമണ്ഡലത്തിൽ ഒന്ന് തൊട്ടാൽ ചില വിഷയങ്ങൾക്കകത്ത് കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുക. ഏറെക്കുറെ പല വിഷയങ്ങൾക്കകത്തും നമ്മുടെ മുമ്പിൽ മറുപടികൾ സാധ്യമാകാതെ കിടക്കുന്നതിന്റെ കാര്യം 2 കാര്യങ്ങൾ നമ്മുടെ അകത്ത് നിർബന്ധമായും തിരിച്ചറിയാനുണ്ട് ഉള്ളത് കൊണ്ടാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, ദീർഘനാളുകൾ പ്രാർത്ഥിക്കുന്ന ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് വരെയും 40 ഡേയ്സ് ഫാസ്റ്റിങ്ങിലായിരുന്നു. ദീർഘദിവസങ്ങൾ പ്രാർത്ഥിക്കുന്നവരും 21 ദിവസവും 40 ദിവസവും വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പല പ്രാർത്ഥനകളും അതിന്റെ റിസൾട്ടിലേക്ക് വരാത്തതിന്റെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, ആ 2 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഈ വചനത്തിലേക്ക് കയറുവാൻ ഞാൻ ആഗ്രഹിക്കുക. ഒന്ന്,
പല പ്രാർത്ഥനകളുടെ റിസൾട്ടുകൾ പൂർണ്ണമായി വെളിപ്പെടാത്തതിന്റെ കാര്യം ഒന്ന്, നമ്മിൽ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യത്തിന്റെ വലിപ്പത്തെ നാം അറിയാതെ പോകുന്നത് കൊണ്ട് പല മേഖലകൾക്കകത്ത് നമ്മുടെ വിടുതലുകൾ തടയപ്പെടുകയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, ദൈവം നമ്മളെ ആക്കി വച്ചിരിക്കുന്ന ആ ദൈവിക പൊസിഷനുകൾ തിരിച്ചറിയാതെ നാം പ്രാർത്ഥനാ മുറിയിൽ സമയം ചെലവഴിക്കുന്നത് കൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളുടെ റിസൾട്ടുകൾ നമ്മളിൽ എത്താതെ കടന്നു പോകുന്നു. മറ്റൊന്ന്, നമ്മെ വിളിച്ച ദൈവത്തിന്റെ, മഹാദൈവത്തിന്റെ വലിപ്പത്തെ തിരിച്ചറിയുവാൻ കഴിയാതെ നമ്മുടെ ആത്മക്കണ്ണുകൾ ശരിക്കും അന്ധതയുടെ അനുഭവത്തിൽ അടയപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നാം പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങൾക്കകത്തും വ്യക്തത ഉണ്ടാകുവാൻ കഴിയുന്നില്ല. ഇതാണ് പ്രാർത്ഥന മുറിയിൽ പരിശുദ്ധാത്മാവെനിക്ക് വെളിപ്പെടുത്തി തന്ന കാതലായ കാര്യം. ഞാൻ ഇതിനെ വിശദമാക്കണമെങ്കിൽ ദൈവാത്മാവ് അനുവദിക്കുന്നെങ്കിൽ വിശദമാക്കാം. പൗലോസ് ഇവിടെ വളരെ ആധികാരികമായി പ്രാർത്ഥിക്കുകയാണ്. അല്ലെങ്കിൽ പൗലോസിന്റെ അകത്ത് വലിയ ആധികാരികമായ ഒരു കാര്യം. ആമേൻ. 16-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോഴാണ് ശരിക്കും പൗലോസ് എന്ന് പറയുന്ന മനുഷ്യൻ, ആത്മമനുഷ്യൻ, പ്രാർത്ഥനയുടെ വാചകങ്ങൾ പറഞ്ഞു തുടങ്ങുന്നത്. അത് നിമിത്തം എന്താണ്? ഞാനും നിങ്ങൾക്ക് വേണ്ടി കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരെ കുറിച്ചുള്ള ഇങ്ങനെ പ്രാർത്ഥിച്ച മനുഷ്യൻ പോവുകയാണ്. അപ്പൊ മുകളിൽ പറഞ്ഞ എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ അത് വെളിപ്പെടേണ്ടതിനും സാധൂകരിക്കേണ്ടതിനുമായി ഈ മനുഷ്യൻ പ്രാർത്ഥന മുറിയിൽ ചെലവഴിക്കുന്നു എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തെ നാം ഒന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ആമേൻ. ഒരു ദൈവ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു ആത്മ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങൾ അവന്റെ അകത്തളങ്ങളിൽ വെളിപ്പെടണം. ഒന്ന്, ദൈവത്തിന്റെ സമയത്തെക്കുറിച്ച് അവന് നന്നായി ബോധ്യമുണ്ടാകും. ഒരു ആമേൻ പറയാൻ പറ്റുമോ? രണ്ട്, നാം ശ്രമിക്കുന്ന മഹാദൈവത്തിന്റെ വലിപ്പത്തെ തിരിച്ചറിയത്തക്ക വിധത്തിൽ നാം ആ ദൈവിക മർമ്മങ്ങളുടെ കലവറകൾ കൈകാര്യം ചെയ്യുന്നവരായി മാറും. ഇതെല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന വാക്കുകളാണെന്ന് എനിക്കറിയില്ലെങ്കിലും ഞാൻ പറയാം. ഒന്ന്, ദൈവത്തിന്റെ സമയത്തെ തിരിച്ചറിയണം. രണ്ട്, മഹാദൈവത്തിന്റെ വലിപ്പത്തെ തിരിച്ചറിയത്തക്ക വിധത്തിൽ അവനെക്കുറിച്ചുള്ള വെളിപ്പാടിൽ വളർച്ചയെന്നോ അല്ലെങ്കിൽ ആ വെളിപ്പാടിന്റെ തലത്തിൽ നാം എത്തിച്ചേരേണ്ടത് ആവശ്യമാണെന്ന് തന്നെ ആത്മാവെ പറയാം. ഓക്കെ, ഇന്ന് രാത്രിയിലെ ചിന്ത ദൈവാത്മാവിനോട് പറഞ്ഞൊരു കാര്യം, വേദപുസ്തകത്തിനകത്ത് ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ദൈവദൂതന്മാർക്കോ മാനുഷിക ഇടപെടലുകൾക്കോ ഇനിയും പ്രവാചക അഭിഷേകത്തിനകത്തോ കൈകാര്യം ചെയ്യാത്ത വിധത്തിൽ ദൈവം നേരിട്ട് ചെയ്ത കുറെ കാര്യങ്ങൾ. ഹല്ലേലൂയ, ഒരാമേൻ പറയാൻ പറ്റുമോ? പുതിയ നിയമസഭയെ ദൈവം ഏറ്റവും ആഴത്തിൽ പണിതുകൊണ്ട് വരുന്നതിന്റെ ഉദ്ദേശം എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ തന്നെ ഉണ്ട്. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാരെന്നുള്ള അടിസ്ഥാനത്തിന്മേൽ അവൻ നമ്മെ പണിതു വരുന്നു. അത് യുക്തമായി വളരണമെന്നാണ് പരിശുദ്ധാത്മാവിൽ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വായിക്കാൻ പറ്റുമെങ്കിൽ അത് വായിക്കാമോ? എഫേസ്യ ലേഖനം 2-ാം അധ്യായം എടുത്ത്. താങ്ക് യു പോളീസ്. 2-ാം അധ്യായം 20-ാമത്തെ വാക്യം, 20-21. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. ഓക്കെ ആന്റി, ഒരു സെക്കൻഡ് ആന്റി, നിങ്ങൾ ആ വാക്യം നോക്കിയേ. ദൈവം തന്റെ സഭയെ പണിതിരിക്കുന്നതിന്റെ മെയിൻ ഫൗണ്ടേഷൻ ആണ് അവിടെ വെളിപ്പെടുത്തുന്നത്. ക്രിസ്തുവേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്നുള്ള അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. ആമേൻ. ഇതിനെക്കുറിച്ച് ഞാൻ കുറച്ചുകൂടെ വിശദമായി പറയാം.
ഇപ്പം തമ്പുരാൻ ഒരു പദ്ധതിക്ക് വേണ്ടി ഒരു തലമുറ എഴുന്നേൽപ്പിച്ചിരിക്കുന്നതിന്റെ അകത്തുള്ള പ്ലാനുകൾ നിങ്ങൾ അറിയണം. ചുമ്മാതാരെങ്കിലും വിളിച്ചെന്നല്ല പറയുന്നത്, ചുമ്മാതാരെങ്കിലും പണിതുകൊണ്ടിരിക്കുന്നു എന്നല്ല പറയുന്നത്. വ്യക്തമായിട്ട് ആ പണിക്കകത്ത് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഇന്ന് രാത്രി ഞാൻ ഒരു ദൂതിനകത്തോട് തൊട്ടു പറയാം. ഈ പ്ലാറ്റ്ഫോമിനകത്തിരിക്കുന്ന സകല ദൈവ മനുഷ്യരെ കുറിച്ച് ആത്മ പറയുകയാണ്. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നതിനകത്ത് ഏതെങ്കിലും ഒരു ചെറിയ വിഷയങ്ങൾക്കകത്ത് പരിഹാരം വെളിപ്പെടാൻ മാത്രമല്ല, തമ്പുരാൻ നിന്നെ വിളിച്ചിരിക്കുന്നതിനകത്ത് ഉലകത്തിലെ ഒരു പൈശാചിക ആധിപത്യങ്ങൾക്കും മറിച്ചു കളയുവാൻ കഴിയാത്ത വിധത്തിൽ, മണ്ണിട്ടു മൂടുവാൻ കഴിയാത്ത വിധത്തിൽ, ഇവിടുത്തെ പാരമ്പര്യങ്ങൾക്കോ ഇവിടുത്തെ യാതൊരു ആധികാരികൾക്കോ ഇവിടുത്തെ യാതൊരു സാമ്രാജ്യങ്ങൾക്കോ തൊടാൻ കഴിയാത്ത വിധത്തിൽ ദൈവത്തിന്റെ എറ്റേണൽ പർപ്പസിന് വേണ്ടി കാലഘട്ടങ്ങൾക്ക് മുമ്പ് തന്നെ ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി അവൻ നിന്നെ പണിതിരിക്കുക. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ പണിതിരിക്കുന്നു എന്ന് പറയുന്നു. ഒരു സാധാരണ അവസ്ഥയിലല്ല. അവൻ നിങ്ങളെ അപ്പോസ്തലന്മാരായും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കും. എന്നിട്ട് അടുത്ത വാക്ക് പറയുന്നു, 22-ാമത്തെ വാക്യം പറയാണ്, അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു. അപ്പൊ ആ പണി കാലഘട്ടത്തിന് എവിടെങ്കിലും അവസാനിക്കപ്പെട്ടു എന്നല്ല. അതിനെ തൊട്ട് മുകളിലത്തെ വാക്യം വായിക്കുമ്പോൾ പറയാം, കർത്താവിൽ വിശുദ്ധ മന്ദിരമായി യുക്തമായി ചേർന്നത് വളർന്നു വരുന്നു. ഇപ്പൊ ദൈവം ആഗ്രഹിക്കുന്ന ഒരു വളർച്ചയുടെ അന്തരീക്ഷത്തിൽ നിങ്ങൾ എത്തുവോളം, ഒന്നുകൂടെ പറഞ്ഞാൽ, നിങ്ങൾ ദൈവ സാന്നിധ്യത്തിൽ സമയങ്ങൾ ചെലവഴിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത മനുഷ്യനിലെ കുറിച്ചുള്ള ദൈവിക സ്വപ്നത്തിന്റെ ആഴമേറിയ വളർച്ച പരിപൂർണമാകുന്ന നിമിഷം വരെയും അവൻ ആത്മാവിൽ നിങ്ങളെ പണിതുകൊണ്ടേയിരിക്കും. ഒരാമയും പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധാത്മാവരോട് പറയുന്നു, ദൈവത്തിന് മാത്രം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ചില വിഷയങ്ങൾക്കകത്ത് വേദപുസ്തകം അവന്റെ പ്രവൃത്തിയുടെ വലിപ്പത്തെ വെളിപ്പെടുത്തി തരുമ്പോൾ, ആമേൻ, തമ്പുരാൻ ഈ പുതിയ നിയമസഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് മഹാദൈവത്തിന്റെ വലിപ്പത്തെ വെളിപ്പെടുത്തുവാൻ മാത്രമല്ല, ആ ദൈവപ്രവൃത്തിയുടെ അകത്തളങ്ങളിൽ വളരുന്ന ഒരു ജനറേഷനകത്തുണ്ടാകണം. എത്ര പേർക്ക് ഈ ദൂതിനെ ആമേൻ പറയുമെന്ന് എനിക്കറിയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ബിജോച്ച, ഒന്നുകൂടെ പറഞ്ഞാൽ, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ഏതെങ്കിലും ലോക്കൽ പ്ലേസിനകത്ത് ഒതുങ്ങാനല്ല, ഏതെങ്കിലും ഒരു ടെറിറ്ററിക്കകത്ത് മാത്രം ഒതുങ്ങി നിൽക്കാനല്ല, ഏതെങ്കിലും 4 ചുവരുകൾക്കകത്ത് ഒതുങ്ങി നിൽക്കാനല്ല, ഏതെങ്കിലും ഒരു ആശയത്തിനകത്ത് ഒതുങ്ങി നിൽക്കാനല്ല. അവൻ സമയത്തേക്കാൾ വലിയവനായതുകൊണ്ട്, അവൻ സാഹചര്യത്തെക്കാൾ വലിയവനായതുകൊണ്ട്, അവൻ വെളിപ്പെട്ട് നിൽക്കുന്ന അന്തരീക്ഷങ്ങളെക്കാൾ വലിയവനായതുകൊണ്ട്, ഇന്ന് രാത്രി ആത്മാവിൽ ഈ ദൈവ മക്കളെ നോക്കി ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പർപ്പസ് എന്ന് പറഞ്ഞ ആ മഹാദൈവത്തിന്റെ വലിപ്പത്തോളം, ആ മഹാദൈവത്തിന്റെ പ്രവൃത്തിയുടെ ആഴങ്ങളോളം നീ നിൽക്കുന്ന അന്തരീക്ഷങ്ങളിൽ ഒരാധിപത്യത്തിന് നിന്നെ തൊടാൻ കഴിയാത്ത റേഞ്ചിൽ ഇന്ന് രാത്രി മന്ത്രവാദങ്ങൾക്ക് മീതെയാണെങ്കിൽ, ആവിചാരങ്ങൾക്ക് മീതെയാണെങ്കിൽ, ഇന്ന് രാത്രി ദേശത്തിൽ തല ഉയർത്തി നിൽക്കുന്ന ഏതെങ്കിലും ജാതിക കൾച്ചറിന് മീതെയാണെങ്കിൽ, ഇന്ന് രാത്രി സ്വർഗം അറിയുന്നു, അവിടെ മറ്റൊരാളെ കുറിച്ചല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ പദ്ധതിയായി ഈ കാലഘട്ടത്തിൽ, ഈ തലമുറയിൽ നിന്നെയും ആത്മാവിൽ പുറത്തെടുക്കുവാൻ സർവശക്തനായ ദൈവം ഇന്ന് രാത്രി ദൈവത്തിനെ എഴുന്നേൽപ്പിച്ചിരിക്കുകയാണ്. ഒന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഉടമല ഘടകസിയ വിജോച്ച, ഞാനിത് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ചങ്ങലകൾ പൊട്ടുന്നത് പോലെ ദൈവാത്മാ ഒരു വെളിപ്പാടെന്നെ കാണിക്കുന്നു. ഇതിനകത്ത് മിനിസ്ട്രി ചെയ്യുന്നവരുമായി ബന്ധപ്പെട്ട്, ശുശ്രൂഷയിലുമായിരിക്കുന്നവരുമായി ബന്ധപ്പെട്ട് പരിശുദ്ധാത്മ പറയുന്നു, അടുത്തൊരു ടേക്ക് ഓഫിങ്ങിൽ ഉണ്ടാകുവാൻ കഴിയാത്ത വിധത്തിൽ എവിടൊക്കെയോ ഏതൊക്കെയോ അന്തരീക്ഷങ്ങൾക്കകത്ത് പരിമിതപ്പെട്ടുകൊണ്ട്
ആമേൻ ആമേൻ ഏതൊക്കെയോ ആമേൻ സാമ്രാജ്യങ്ങൾക്കകത്ത് ഒതുങ്ങിപ്പോകുവാനായി ഐശാദിക മണ്ഡലങ്ങൾ ആമേൻ അടച്ചു വച്ച ചില സംവിധാനങ്ങളെ ഇന്ന് രാത്രി ആത്മാവിൽ പൊളിച്ചുകൊണ്ട് അവിടെ ഒതുങ്ങുവാൻ ഉള്ളവളല്ല നീ എന്ന്, അവിടെ ഒതുങ്ങുവാൻ ഉള്ളവനല്ല നീ എന്ന് കാലഘട്ടത്തിന് മുമ്പിൽ തെളിയിക്കത്തക്ക വിധത്തിൽ ഇന്ന് രാത്രി സ്വർഗം പറയുന്നു. മഹാദൈവത്തിന്റെ വലിപ്പ് ഇന്ന് രാത്രി നിന്റെ കൂടാരത്തിനമേ, നിന്റെ തലമുറകളമേ, നിന്റെ മിനിസ്ട്രിയുടമേ, നിന്റെ അന്തരീക്ഷങ്ങളമേ ആഴത്തിൽ വെളിപ്പെടുവാൻ ഭാഗത്തിന് ഈ രാത്രി സർവശക്തന്റെ കരം നിനക്ക് വേണ്ടി ഇറങ്ങി വരാൻ പോവുകയാണ്. ഇടകമന ഘടകസിഹ വൈഡ പ്രബദന ഘടകസ. ചിലരെ ആത്മാവ് തൊടുന്നതിന് കാണുകയാണ്. അത്തരം പ്രബദന ഘടകസിഹ മീറ്റിംഗ് വർഷിപ്പ് ലീഡ് ചെയ്ത കർത്താവദാസ അനീഷ് പാസ്റ്റർ, കർത്താവദാസനെ ഇന്ന് രാത്രി ദൈവാത്മാവ് ശക്തമായി നിങ്ങളെ നോക്കി ദൂത് പറയുക. ഏതെങ്കിലും ഒരു ചട്ടക്കൂടിനകത്ത് ഒതുങ്ങി നിൽക്കാനല്ല ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. കർത്താവിനോട് പറയുന്നു, ആഴത്തിലുള്ള ദൈവപ്രവൃത്തിയുടെ ചലനങ്ങൾ നിങ്ങളുടെ മേൽ കിടപ്പുണ്ട്. ആത്മാവോട് പറയുന്നു, തീയുണ്ട്, വിറകുണ്ട്. പക്ഷെ ഇന്ന് രാത്രി കത്തേണ്ട ചില മേഖലകളെ കത്തിക്കത്തക്ക വിധത്തിൽ ആത്മാവ് ഇന്ന് രാത്രി ചില മേഖലകൾക്കകത്തേക്ക് നിങ്ങൾ എഴുന്നേൽപ്പിക്കാൻ പോവുകയാ. ആത്മ പറയുന്നു, താഴ്വാരങ്ങൾക്കകത്ത് നീ ഒതുങ്ങിത്തീരുവാനല്ല, പരിശുദ്ധാത്മ ഒരുക്കി വെച്ചിരിക്കുന്ന പർവ്വതങ്ങളുടെ മുകളിലേക്ക് ആത്മമണ്ഡലത്തിൽ ഈ ദിവസങ്ങളിൽ നിങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് ദൈവപ്രവൃത്തിയുടെ അസാധാരണമാകുന്ന മാസീവാകുന്ന ഒരു ചലനം ആത്മാവിൽ തുറക്കുവാൻ പാകത്തിന് അഭിഷക്തനെ ദൈവാത്മ പറയുന്നു, ചിലത് ദൈവം ഈ ദിവസങ്ങളിൽ പൊളിച്ചു മാറ്റാൻ പോവുകയാണ്. അതരവന ഘടകസ്യ നീണ്ട 16 വർഷങ്ങളായി ദൈവാത്മാവ് ദൂത് പറയുന്നു. നീണ്ട 16 വർഷങ്ങളായി ഏതൊക്കെ അന്തരീക്ഷങ്ങൾക്കകത്തുള്ളങ്ങളിൽ ഒതുങ്ങിക്കൂടിക്കൊണ്ട് നിന്റെ മേലുള്ള വിളിക്കനുസൃതമായി ഒരുങ്ങുവാൻ, എഴുന്നേൽക്കുവാൻ, നീ പുറപ്പെടുവാൻ സമ്മതിക്കാതെ വേണം പരിധികൾ ഇട്ടുകൊണ്ട് പാരമ്പര്യ സംവിധാനങ്ങൾക്കകത്തുനിന്ന് ഉയർന്നു വരുന്ന ചില അന്ധകാര സ്വാധീനങ്ങളെ ഇന്ന് രാത്രി വെട്ടുവാൻ യേശുവിന്റെ നാമത്തിൽ വിജയപാസേ ആ ദൈവ മനുഷ്യനെ നോക്കി ദൈവാത്മാവോട് അങ്ങനെ പറയുന്നു, ചിലതിനെ വെട്ടുവാൻ പാകത്തിന് ദൈവത്തിന്റെ കരുത്ത് ഈ രാത്രി തണ്ടമേൽ ദൈവം പകരാൻ പോവുക. ഉടബലബലബല ഹപ്തുരി രഹസ്യ അർത്ഥ പ്രവാദന ഘടകസ്യ ഉടബലബിരി ഘടക ശബ്ദരാദികൾ കമന ഘടകസ്യ റഖമമമമമ ഉടമന ഘടകസ്യ അർത്ഥന റഗൽ ഖമന വൈശ്യപ്രവാദിയ ഷിബു ഡാനിയൽ കുവൈറ്റ്. ദൈവമനുഷ്യനെ ഇന്ന് രാത്രി നിങ്ങൾ പ്രാർത്ഥിച്ചോ? എന്തോ വലിയ ഡോറുകൾ നിങ്ങളുടെ മുമ്പിൽ തുറക്കാൻ പോവുകയാണ്. ഉടാപനാധി കർമ്മവേദി കെട്ടിയ പരിശുദ്ധാത്മ പറയുന്നു, കഴിഞ്ഞ 4 വർഷമായിട്ട് സാധിക്കാതെ കിടക്കുന്നത് പോലെ എന്തൊക്കെയോ പ്രോബ്ലംസുകൾ ഇന്ന് രാത്രി ദൈവാത്മാവിൽ അതിന് ദൈവം വെട്ടുകയാണ്. നിന്റെ കൂടാരത്തിനകത്തേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങുന്ന ഞാൻ കാണുകയാണ്. ആമേ തീർപ്പ് കൽപ്പിക്കേണ്ട ചില വിഷയങ്ങൾക്കകത്ത് തീർപ്പ് കൽപ്പിക്കാതെ എവിടൊക്കെ പകുതി വെച്ച് മുടക്കി കളഞ്ഞിരിക്കുന്ന ഞാൻ കാണുകയാണ്. ഒരു വീടിന്റെ പണി പോലെ എന്തോ ഒന്ന് പകുതിക്ക് വെച്ച് മുടങ്ങിക്കിടക്കുന്ന പോലെ ദൈവാത്മാവ് ഇടപെടുകയാണ്. അർത്ഥമന ഘടകസി പരിശുദ്ധാത്മ പറയുന്നതിന്റെ കൂടാരത്തിനകത്ത് ആമേൻ ചിലത് വ്യക്തതയോടെ വെളിപ്പെടുവാൻ സമ്മതിക്കാതെ വേണം. ആമേൻ നാളുകളായി എന്നോട് കർത്താവ് കഴിഞ്ഞ 4 വർഷമായി നിങ്ങളെ ഒരു വിഷയത്തിനകത്ത് കിടന്ന് കറങ്ങുക. 4 വർഷമായിട്ട് കിടന്ന് കറങ്ങുക. ഈ രാത്രി ഈ മീറ്റിംഗ് അവസാനിക്കുന്നതിന് മുമ്പേ ദൂതൻ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങാൻ പോവാ. ദൂതൻ ഇറങ്ങും. ചില ഫിനാൻഷ്യൽ ആമേൻ ബ്ലോക്കിങ്ങൾ ദൈവം വെട്ടിക്കളയും. ശബാർത്ഥനാദിയ റഖബബബസിയ വിളിയുണ്ട്, തിരഞ്ഞെടുപ്പുണ്ട്, പക്ഷെ പ്രോപ്പർ ആകുവാൻ കഴിയുന്നില്ല. ഇതുവരെ നിനക്ക് പ്രോപ്പർ ആകുവാൻ കഴിയുന്നില്ല. അടമന ഘടകസിയ അതരപ്രബദന ഘടകസി ഈ ദിവസങ്ങളിൽ ദൈവാത്മാവോട് ഇടപെടുകയാണ്. പ്രത്യേക ചില മണിക്കൂറുകൾ ദൈവ സാന്നിധ്യത്തിലേക്ക് വേർതിരിയപ്പെടണം. ആത്മമണ്ഡലത്തിനകത്ത് ഈ ദിവസങ്ങളിൽ ആത്മാവിനോട് സംസാരിക്കത്തക്ക വിധത്തിൽ ദൈവാത്മാവ് ഇന്ന് രാത്രി സമയത്തെ ചോദിക്കുക. ആത്മാവ് ഇടപെടുന്നു. ശക്തമായ ചില ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഈ വരുന്ന 6ാമത്തെ മാസം മുതൽ ഒരു ചലനം നടക്കത്തക്ക വിധത്തിൽ ദൈവമനുഷ്യനെ ദൈവാത്മാവ് നിങ്ങളുടെ കുടുംബത്തിനകത്ത്, എസ്പെഷ്യലി നിങ്ങൾ വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾക്കകത്ത് ഈ 6ാം മാസമായി ഒരു ചലനം ഉണ്ടാകുമെന്ന്. ഉടബനഘടകസ്യ അർത്ഥപ്രവാദി 6ാം മാസത്തിൽ ദൈവദൂതൻ തേടെ മറിയത്തിന്റെ അരികിലേക്ക് ഇറങ്ങിയതുപോലെ ആത്മാവനോട് പദവനോട് കണക്ട് ചെയ്തുകൊണ്ടോ എവിടെയോ ചില വാക്തത്വങ്ങളുടെ ചലനങ്ങൾ സംഭവിക്കത്തക്ക വിധത്തിൽ ഈ ദൂത് പറയുമ്പോൾ ഇതിനകത്തിരിക്കുന്ന പലരെയും ദൈവാത്മാവിനെ കാണിക്കുന്നു. വർഷങ്ങളുടെ പരിധികൾ പൊട്ടുകയാണ്. വർഷങ്ങളുടെ കാലപരിധികൾ പൊട്ടുകയാണ്. മാത്യുവൻകളെ ഭോപ്പാൽ യേശുവിൻ നാമത്തിൽ ദൂതിനെ സ്വീകരിച്ചോ? നിങ്ങളുടെ മുമ്പിൽ ദൈവാത്മാവിന്റെ രാത്രി സമയത്തിന്റെ പരിധികളെ ദൈവം പൊട്ടിക്കാൻ പോവാം.
ഏതൊക്കെയോ തലമുറകൾക്കുമായി ബന്ധപ്പെട്ട് ഇന്ന് രാത്രി ചില കെട്ടഴിയാൻ പോകുക. ശമാന ഹന്തൽ കമന ഘടകസിഹ അർത്ഥപ്രബോധന ഘടകസിൻ അനൂപിനോയി സിസ്രേ ആത്മാവിനി പദത്തെ സ്വീകരിച്ചോണം. എനിക്കറിയത്തില്ല, കർത്താവ് പറയുന്നു സമയത്തിന്റെ ബന്ധനങ്ങൾ ഇന്ന് രാത്രി പൊട്ടുന്നു, പലരുടെ മേൽ നിന്ന് പൊട്ടുന്നു. ശ്യാമമാനഹ അർത്ഥപാനി ഹർത്തവേദി കർമ്മവാദി ഷീനാഷൈൻ യേശുവിൻ നാമത്തെ സ്വീകരിച്ചോ. യെസ് മാറ ലഖോറോ ഖൽമറാദിയ ഷേബ്ര ഖഥാലമഹസിയാനഹ. യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി ആത്മാവിടപെടുകയാണ്. ഏതെങ്കിലും പരിധികൾക്കകത്ത് നീ ലിമിറ്റഡ് ആകുവാനല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. പൗലോസ് എന്ന ദൈവ മനുഷ്യൻ ശക്തമായി പ്രാർത്ഥിക്കുക. എന്റെ ഭാഷയെ പറഞ്ഞാൽ സഭയ്ക്കകത്തൊരു ആത്മീക നവീകരണം ഉണ്ടാകണം. കാൽവരി കൊലക്കളത്തിൽ ചൊരിയപ്പെട്ട രക്തത്തിന്റെ നിർണയത്താൽ പുറത്തു വന്ന സഭയാകുന്ന അവന്റെ മർമ്മത്തിന്റെ മേൽ ഒരു ആത്മീക നവീകരണത്തോടുകൂടെ തന്നെ ചില ചലനങ്ങൾ വെളിപ്പെടേണ്ടതിന് അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥന മുറിക്കകത്ത് താൻ സമയങ്ങൾ ചെലവഴിക്കുമ്പോൾ ആത്മമണ്ഡലത്തിൽ താൻ പറയുന്ന ഒരു വാക്കുണ്ട്, ദൈവത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾക്കകത്തേക്ക്, ഒന്നുകൂടെ പറഞ്ഞാൽ ദൈവത്തിന്റെ ഫുൾനെസ് വെളിപ്പെടുന്ന സമയപരിധിക്കകത്തേക്ക്. എനിക്കറിയത്തില്ല ഈ ദൂത് ആരുടെ മേലൊക്കെ ഭയങ്കരമായിട്ട് ചലിക്കുന്നതെന്ന് കാണുകയാണ്. എത്രത്തോളം എനിക്കിത് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എങ്കിൽ ഈ പദത്തെ നിങ്ങൾ മറക്കരുത്. ദൈവത്തിന്റെ ഫുൾനെസ്സിനെ വെളിപ്പെടുത്തുന്ന വിധത്തിൽ ഈ പദം ചില പ്രാർത്ഥന മുറിക്കകത്ത് കയറി കൂട്ടിമുട്ടും ഞാൻ ആത്മാവിൽ കാണുകയാണ്. ബിജോപാസ് ഈ പ്രയറിനകത്ത് ഈ പദം ആത്മാവിൽ ഒന്ന് തൊടാൻ പോവാ. ഫുൾനെസ് ഓഫ് ഹിസ് ടൈം, അവന്റെ സമയത്തിന്റെ പരിപൂർണത. ഉലകത്തിൽ മറ്റൊന്നിനും ഈ കൈവയ്ക്കാൻ പറ്റാത്ത വിധത്തിൽ, ഒരു നിയമത്തിനോ ഒരു പാരമ്പര്യത്തിനോ ഒരു കർമ്മത്തിനോ യാതൊരു മേഖലയ്ക്കും തൊടാൻ പറ്റാത്ത റേഞ്ചിൽ അവന്റെ ഫുൾനെസ്സിനെ വെളിപ്പെടുത്തുന്ന വിധത്തിലുള്ള ആഴമായ ഒരു ചലനത്തിനായി യെസ് ഇന്ന് രാത്രി ദൈവാത്മാവ് ചിലരേനകത്ത് പാകപ്പെടുത്തി എടുത്തുകൊണ്ടിരിക്കുക. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോണം. ചില സഹോദരിമാരെ ദൈവം തൊടുന്നേൽ കാണുന്നു. എനിക്ക് ഈ ബിജോച്ച ഈ വചനം പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഈ കർത്താവിനോട് പറയുന്ന വെച്ചാൽ ഈ പലരുടെയും ലൈഫിനകത്ത് ഈ സമയത്തിന്റെ മേൽ കിടക്കുന്ന ഒരു ബോണ്ടേജ് ദൈവനെ കാണിക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ ഈ ശക്തമായി ബാംഗ്ലൂരിലായിരുന്ന സമയത്ത് മറ്റൊരു അഭിഷക്തനുമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച സമയത്ത് ദൈവാത്മാവ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ കാലഘട്ടം അല്ലെങ്കിൽ ഈ വർഷമായി ബന്ധപ്പെട്ട് ഈ കണ്ടമാനം പൈശാചിക മേഖലയുടെ സ്വാധീനം വെളിപ്പെടുന്ന ഒരു കാലഘട്ടം. അതിന്റെ ചലനങ്ങളെല്ലാം അവിടെ ഇവിടെ നടക്കുന്നുണ്ട്. അതിനകത്ത് എടുത്ത് ദൈവം പറഞ്ഞൊരു കാര്യമാണ്, ജനത്തിന്റെ മനസ്സിന്റെ നിലവാരത്തെ താളം തെറ്റിക്കുന്ന വിധത്തിൽ ബാധിക്കുന്ന ഒരു സംഭവം. അത് എടുത്ത് കർത്താവ് കാണിച്ചൊരു വെളിപ്പാടോടെ ഞാൻ പറയാം. നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പറയാം. സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. ഈ പ്രപഞ്ചത്തിന്റെ സമയപരിധികളെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ഈ രണ്ടു മേഖലയാണ്. ശരിയല്ലേ? ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോഴും കൃത്യമായിട്ടുണ്ട്, കാലം, സമയം, സംവത്സരങ്ങൾ എന്നിങ്ങനെ ഇവയെ അറിയുവാനായി ദൈവം വലിപ്പം കൂടിയ വെളിച്ചത്തെയും വലിപ്പം കുറഞ്ഞവയും എന്ത് ചെയ്തു? ഉണ്ടാക്കി. ആമേൻ. ഇപ്പൊ ലോകത്തിന്റെ സമയപരിധിയെ നിശ്ചയിക്കുവാൻ തക്കവണ്ണം ദൈവമാക്കി വച്ചിരിക്കുന്ന രണ്ട് വ്യവസ്ഥകളാണ്. ഇപ്പൊ ദൈവാത്മ പറഞ്ഞാണ്, ഇത് ബാധിക്കപ്പെടുന്ന വിധത്തിൽ ദൈവസഭ ശരിക്കും തിരിച്ചറിയണം. ഈ സമയവ്യവസ്ഥകളെ ബാധിക്കപ്പെടുന്ന വിധത്തിൽ പ്രധാനമായി ദൈവാത്മാവ് കാണിച്ചൊരു സംഭവമാണ് ചന്ദ്രൻ, ചന്ദ്രക്കല നക്ഷത്രം.
അതുകൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ മനസ്സിലാവുമായിരിക്കും. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ജനത്തിന്റെ ഹൃദയത്തെ എന്ന് പറഞ്ഞ ആത്മീയരെ പോലും സ്വാധീനിക്കുന്ന വിധത്തിൽ. കാരണം പ്രാർത്ഥിച്ചിട്ട് വിശ്വസിച്ചിട്ട് ഒന്നും നടക്കാതിരിക്കുമ്പോൾ ഇവർ തന്നെത്താനെ പറയും, ഇനി വിശ്വസിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഇനി പ്രാർത്ഥനയ്ക്ക് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, അവിടെ മീറ്റിംഗ് കൂടിയിട്ട് വലിയ കാര്യമില്ല, ബിജോ പാസ് എന്നും പ്രാർത്ഥിക്കും പറയുന്നുണ്ട്, ദൂത് പറയുന്നുണ്ട്, ഇതൊന്നും നടക്കുന്നില്ല. ഇതൊക്കെ പറഞ്ഞിട്ട് മനുഷ്യന്റെ മനസ്സിനെ കയറി തൊടുന്ന വിധത്തിൽ, വല്ലാത്ത രീതിയിൽ സ്വാധീനിക്കുന്ന വിധത്തിൽ ഒരു ഘടകം. ഒരാമയും പറയാൻ പറ്റുമോ? അപ്പൊ പരിശുദ്ധാത്മ പറയുന്നത് ഈ വർഷവുമായി ബന്ധപ്പെട്ട് ആത്മീയരെയും ലോകമനുഷ്യരെയും ഒരുപോലെ ബാധിക്കുന്ന വിധത്തിൽ മാനസിക തലത്തിൽ കയറി തൊടുന്ന ഒരന്തരീക്ഷം സഭ അതിനെ കണ്ടു വെട്ടിയേ മതിയാവുള്ളൂ. ഇത് ഞാൻ ഈ കാര്യം പറയാൻ കാര്യം, ഈ മീറ്റിങ്ങിൽ എനിക്ക് ബിജോച്ചാന്റെ മിനിസ്ട്രിയെ കുറിച്ച് അറിയാം. അദ്ദേഹം നന്നായിട്ട് വെളിപ്പാട് കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. ഈ മീറ്റിങ്ങിനകത്ത് ഈ കാര്യം ഞാൻ പറയുന്നതിന്റെ കാര്യം, ജനം ഒന്നുകൂടെ ശക്തമായ ഒരു വെളിപ്പാടിന്റെ അന്തരീക്ഷത്തിലേക്ക് കയറി ചില ദുർവ്യാപാര ശക്തികളെ വെട്ടുവാൻ സഭ എഴുന്നേറ്റേ പറ്റുള്ളൂ. നിങ്ങൾ നോക്ക്, ഇപ്പം തന്നെ നടക്കുന്ന കുറെ സംഭവ വികാസങ്ങൾ എടുത്തു നോക്കിയാൽ മാനസിക തലങ്ങളെ കയറി പിടിക്കുക. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ആത്മാവിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞ കാര്യമാണ്, മോനെ, ഇത് ഇവിടുത്തെ ഭരണത്തിന്റെ പ്രശ്നമോ ഇവിടുത്തെ മറ്റുള്ളവരുടെ പ്രശ്നമോ ഇതൊന്നുമല്ല. ഞാൻ ഏതായാലും രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യം പറയാൻ നിൽക്കുകയല്ല, നിങ്ങളങ്ങനെ ചിന്തിക്കരുതേ, എനിക്കില്ല സാധനം. ആമേൻ. ഞാൻ പറഞ്ഞൊരു കാര്യം, ഇതിന്റെ അപ്പുറത്ത് വേറൊരു റലം കിടക്കുക, ഇതിന്റെ മുകളിൽ ഒരു അൺസീൻ റലം കിടക്കുക. ഇത് തൊടാത്ത റേഞ്ചിനെ കുറിച്ച് ബൈബിൾ പറയുന്നു. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. എങ്ങനെ ബാധിക്കത്തില്ല? ആരെയാണ് ബാധിക്കാത്തത്? അപ്പൊ ബാധിക്കാത്ത വിധത്തിൽ ദൈവം തന്റെ സഭയെയും ദൈവം തന്റെ ജനത്തെയും വേർതിരിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഇത് സംഭവിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ തിരിച്ചറിയേണ്ട കാര്യമാണ്, ദൈവിക മർമ്മങ്ങളുടെ കലവറകളെ നിങ്ങൾ തിരിച്ചറിയണം. ഒരാമയം പറയാൻ പറ്റുമോ? സാധാരണ വാക്കി പറഞ്ഞാൽ, നിങ്ങളെ ചിലരാണെങ്കിൽ എത്ര വിശ്വസിച്ചു, എത്ര പ്രാർത്ഥിച്ചിട്ടൊന്നും യാതൊരു ഡെലിവറൻസ് ഉണ്ടാകുന്നില്ല. ചിലര് പറയാറുണ്ട്, ഒത്തിരി മാനസികമായിട്ട് അങ്ങ് തകർന്നു പോകുന്ന പോലെയാ. ഇത്ര പ്രാർത്ഥിച്ചിട്ട് മാനസികമായി തകർന്നു പോകുന്നെങ്കിൽ അതിന്റെ പിന്നിൽ നിന്നെ മാനസികപരമായി അലട്ടുന്ന ഏത് റൂട്ട് അതിനകത്തുണ്ട്. ഇന്ന് രാത്രി അതിനെ ആത്മാവിൽ കാണാൻ, അതിനെ ആത്മാവിൽ കണ്ടുവെട്ടാൻ ചിലരെങ്കിലും ഇന്ന് രാത്രി ദൈവം തൊടും. ചിലരെങ്കിലും ഇന്ന് രാത്രി ദൈവം തൊടും. ഞാൻ ആത്മാവിൽ പറയാണ്, നിങ്ങൾ ശക്തമായി പ്രാർത്ഥിച്ചാണ്. ഈ മെയ് മാസം മുതൽ നാം പാർക്കുന്ന ദേശത്തിന്, അല്ലെങ്കിൽ ഈ കേരളത്തിന്റെ ക്ലൈമറ്റിനകത്ത് കണ്ടമാനം ഭയങ്കര നെഗറ്റീവായ കാര്യങ്ങൾ സംഭവിക്കും. ഞാനിതിപ്പോൾ ഓപ്പണായിട്ട് പറയുന്നില്ല. ഒന്നുകൂടെ ഞാൻ പറയാം, കേരളത്തിന്റെ അവിടെയും ഇവിടെ എല്ലാം കണ്ടമാനം മരണനിരക്ക്, ഡെത്ത് റേറ്റ് കൂടുന്ന രീതിയിൽ പൈശാചിക സ്വാധീനത്തിന്റെ ഭയങ്കര ഇടപെടലുകൾ വെളിപ്പെട്ട് നിൽക്കുക. ഞാനിത് പറയുന്നതിന്റെ കാര്യം, തിരിച്ചറിയേണ്ട സമയം കഴിഞ്ഞു. വ്യക്തിപരമായി നിങ്ങൾ പ്രാർത്ഥനാ മുറിയിൽ സമയം ചെലവഴിക്കുമ്പോഴും ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവിക പർപ്പസിന്റെ ആഴം തിരിച്ചറിയുക. അവന്റെ ഫുൾനെസ്സിന്റെ, അവന്റെ സമയത്തിന്റെ പരിപൂർണത, അല്ലെങ്കിൽ അവന്റെ കാലസമ്പൂർണതയുടെ ആഴമേറിയ അനുഭവങ്ങൾ നിങ്ങളിലൊന്ന് വെളിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ
ഒരു സാധാരണ വിശ്വാസി എന്നുള്ള നിലവാരത്തിൽ നിങ്ങൾ ഇനി ആയിരിക്കരുത്. നിങ്ങൾ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ദൈവദാസനെ, ഇന്ന് രാത്രി എനിക്കറിയില്ല, ഞാൻ ഇതൊന്നും പറയാൻ ആഗ്രഹിച്ചില്ല, പക്ഷെ ദൈവാത്മാവോട് പറയുന്നു, മഹാദൈവം തന്റെ വലിപ്പത്തിനൊത്തവണ്ണം വെളിപ്പെടുത്തുന്ന ആത്മീക രഹസ്യങ്ങളുടെ ആഴങ്ങൾക്കകത്തേക്ക് ഇന്ന് രാത്രി സഭയ്ക്കൊരു യാത്രയുണ്ട്, ഒരു പുറപ്പാടുണ്ട്. സഭ ആ നിലവാരത്തിൽ എത്തിച്ചേരുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്നു. മഹാദൈവത്തിന്റെ വലിപ്പത്തെ വെളിപ്പെടുത്തുക. ആ വാക്കിന് വേദവസ്വം കൊടുത്തിരിക്കുന്ന നല്ലൊരു വാക്കാണ് കാലസമ്പൂർണത. കാലസമ്പൂർണത. ആമേൻ. നാം വായിച്ച 10ാമത്തെ വാക്യത്തിനകത്ത് പറയുന്ന ആ കാലസമ്പൂർണത ഏത് വിധത്തിലാണ് വെളിപ്പെട്ടു വരുന്നത്? 10ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നു, അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിലൊന്നായി ചേർക്ക എന്നുള്ള. ഇപ്പൊ ദൈവത്തിന്റെ കാലസമ്പൂർണത എവിടെയാണ് വെളിപ്പെട്ടു വരുന്നത്? അത് സ്വർഗത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, പിതാവിന്റെ ഹൃദയത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ദൈവത്തിന്റെ വലിപ്പത്തോളം വെളിപ്പെട്ടു നിൽക്കുന്ന ദൈവത്തിന്റെ കാലസമ്പൂർണതയുടെ രഹസ്യം വെളിപ്പെട്ടു വരുന്നത് ക്രിസ്തുവിൽ കൂടെയാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ ഈ പദം പറയുമ്പോൾ എന്റെ അകത്ത് ആത്മാവിൽ തീ പിടിക്കാൻ ഞാൻ അനുഭവിക്കുകയാണ്. പരിശുദ്ധാത്മാവോട് പറയുകയാണ്, ഇന്ന് രാത്രി ആ അന്തരീക്ഷത്തിനകത്തേക്ക് ഏതൊക്കെ വ്യക്തികൾ ആത്മാവിൽ ചുവട് വയ്ക്കുന്നുണ്ടോ, ചുവട് വയ്ക്കുന്നവരുടെ മുമ്പിൽ സാധാരണ ഒരു കാര്യമല്ല വെളിപ്പെടാൻ പോകുന്നത്, അവന്റെ സമ്പൂർണത വെളിപ്പെടുത്തുന്ന വിധത്തിലുള്ള അവന്റെ മഹത്വം വെളിപ്പെടാൻ പോവുകയാണ്. ജനപദത്തെ ഒന്നുകൂടെ ഞാൻ ആത്മാവിൽ പറയാം. ഈ രാത്രിയിൽ സ്വർഗത്തിലുള്ളത് ഭൂമിയിലുള്ളതുമായി കണക്ട് ചെയ്യത്തക്ക വിധത്തിൽ സ്വർഗീയ ഗവേണിംഗ് സിസ്റ്റം ഭൂമിയിൽ ദൈവമാക്കി വച്ചിരിക്കുന്ന സഭയുടെ മേൽ കണക്ട് ചെയ്യേണ്ട ദൈവമർമ്മങ്ങളുടെ ആഴമായ അനുഭവങ്ങൾ വെളിപ്പെടുത്തുവാൻ വേണ്ടി ബൈബിൾ പറയുന്നു ഇത് സംഭവിക്കപ്പെടുന്നത് ക്രിസ്തുവിൽ കൂടെയാണ്. ഒരാമേൻ പറഞ്ഞാണ്. ക്രിസ്തുവിൽ കൂടെ ഇത് വെളിപ്പെടുമ്പോൾ അത് സാധാരണ മേഖലയായി വെളിപ്പെടുമെന്നല്ല, അത് അവന്റെ മഹത്വമായി വെളിപ്പെടും. പറഞ്ഞിട്ട് അവന്റെ മഹത്വമായി വെളിപ്പെടും. ആമേൻ. അതിന് ഒരു തെളിവ് ഞാൻ പറയാം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് ആ പശ്ചാത്തലം അറിയാം. കാനാവിലെ കല്യാണ വീട്, അവിടുത്തെ പ്രതിസന്ധി നമുക്ക് നന്നായിട്ടറിയാം. പക്ഷെ എന്താ അവിടെ വായിക്കുന്നത്? 11-ാമത്തെ വാക്യം വായിച്ചാൽ, യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കനാവിൽ വെച്ച് ചെയ്തു തന്റെ മഹത്വം വെളിപ്പെടുത്തി. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചേ. എന്താ അവിടെ വായിക്കുന്നത്? യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു. ഇത് പശ്ചാത്തലമാണ്, സംഭവം നടന്ന പശ്ചാത്തലം. എന്നാൽ അടുത്ത വാക്കെന്ന് പറയുന്നത് തന്റെ മഹത്വം അവിടെ വെളിപ്പെടുത്തി. ഒരാമൻ പറഞ്ഞാട്ടെ. ബിജോപ്പാസെ, അവനെ വെളിപ്പെടുത്തിയെന്നാണോ? ദൈവമക്കളെ, അതിനകത്ത് അവനെ വെളിപ്പെടുത്തിയെന്നല്ല, അവന്റെ വലിപ്പത്തെ വെളിപ്പെടുത്തിയെന്നാ പറഞ്ഞത്. അവന്റെ മഹത്വത്തെ വെളിപ്പെടുത്തി. ഒരാമൻ പറയാമോ? അവന്റെ മഹത്വം വെളിപ്പെടുന്ന വിധത്തിൽ സ്വർഗത്തിൽ നിശ്ചയിച്ചിരിക്കുന്ന ദൈവബദ്ധതയുടെ ആഴങ്ങൾ ഭൂമിയിൽ വെളിപ്പെടേണ്ട അന്തരീക്ഷത്തിൽ മഹത്വമായി വെളിപ്പെട്ടപ്പോൾ ഞാൻ അതിനെ പറയുന്നു, അത് കാലസമ്പൂർണതയുടെ വ്യവസ്ഥയാണ്.
ഇന്ന് രാത്രി ഈ വചനം ഞാൻ ആത്മാവിൽ പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിനകത്ത് ഇന്ന് രാത്രി ഇങ്ങനെ ഒരു ഇടപെടൽ നടക്കാൻ പോവാം. ഹല്ലേലൂയ. ഇങ്ങനൊരു ഇടപെടൽ ഇന്ന് രാത്രി ചിലരുടെ മേൽ വെളിപ്പെടും. അവന്റെ മഹത്വം വെളിപ്പെടുന്ന വിധത്തിൽ നീ പറയുന്ന പ്രാർത്ഥന വിഷയത്തിനകത്ത്, നീ ആഗ്രഹിക്കുന്ന ആ പ്രോബ്ലത്തിനകത്ത്, നിന്റെ ആത്മീയ മണ്ഡലത്തിനകത്ത് ഇന്ന് രാത്രി വെളിപ്പെടേണ്ട ദൈവപ്രവൃത്തിയുടെ ആഴമായ ആ വിടുതലുകൾക്കകത്ത് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. മറ്റൊന്നിനോട് തുല്യത പറയുന്ന വിധത്തിലല്ല, അവന്റെ വലിപ്പത്തെ വെളിപ്പെടുത്തുന്ന വിധത്തിൽ അവന്റെ മഹത്വം നിന്റെ കൂടാരത്തിൽ, നിന്റെ പ്രാർത്ഥനാ മുറിയിൽ, നീ പറയുന്ന വിഷയത്തിനകത്ത്, നിന്റെ പ്രോബ്ലങ്ങൾക്കകത്ത്, നിന്റെ രോഗത്തിന്റെ മേൽ, നീ പറയുന്ന പ്രതിസന്ധിയുടെ മേൽ, അടയപ്പെട്ട വാതിലിന്റെ മേൽ, ആമേൻ, പൈശാചിക മേഖലകൾ എവിടെങ്കിലുമൊക്കെ വിലക്കി എന്ന് പറയുന്ന ഏതെങ്കിലുമൊക്കെ ആമേൻ പ്രതികൂലത്തിന്റെ സബ്ജക്റ്റുകളുടെ മേൽ ഇന്ന് രാത്രി ആത്മ പറയുന്നു, കേവലം ഒരു പേരായി വെളിപ്പെടുമെന്നല്ല, കേവലം ഒരു നാമമായി വെളിപ്പെടുമെന്നല്ല, അവന്റെ വലിപ്പം അതേ നിലവാരത്തിൽ വെളിപ്പെടുന്ന വിധത്തിൽ ഈ രാത്രി സർവശക്തൻ ഇടപെടുകയാണ്. അവന്റെ മഹത്വമായി ഇറങ്ങാൻ പോവുകയാണ്. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? പരിശുദ്ധാത്മ അങ്ങനെ പറയുന്നു, ഇതിനകത്ത് ഒരിക്കലും തുറക്കത്തില്ലെന്ന് പറഞ്ഞ് നാളുകളായി നിങ്ങളുടെ വിടുതലുകൾ തടയപ്പെട്ട് നിന്റെ ജീവിതത്തിനകത്ത് മറുകര കാണുകയില്ലെന്ന് പറഞ്ഞ് പൈശാചിക മണ്ഡലങ്ങൾ ഏതെങ്കിലും മേഖലകൾക്കകത്ത് നിനക്ക് വിരോധമായി വാദിക്കുന്നെങ്കിൽ ഈ രാത്രി സ്വർഗം പറയുക, ആമേൻ, അവന്റെ പദ്ധതികളെ ഇല്ലാണ്ടാക്കുന്ന വിധത്തിൽ, അവന്റെ ചിന്താമേഖലകളെ ഇല്ലാതാക്കുന്ന വിധത്തിൽ പരിശുദ്ധാത്മ പറയുന്നു, അവനിലുള്ള മഹത്വം, അവന്റെ വലിപ്പത്തിന്റെ മഹത്വം ഇന്ന് രാത്രി നിന്റെ കൂടാരത്തിൽ വെളിപ്പെടുന്ന വിധത്തിൽ സർവശക്തൻ നിനക്ക് വേണ്ടി അസാധാരണമായി ചിലത് ചെയ്യാൻ പോവുകയാ. എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്? ഹോളി സ്പിരിറ്റ് എന്നോട് പ്രവചിക്കാൻ പറയുന്നു, അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ, സാമ്പത്തിക മേഖലകളിൽ, പ്രത്യേകിച്ച് കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് ബാങ്കിങ് സംബന്ധമായ വിഷയത്തിനകത്ത്, ആമേൻ, ജപ്തികൾ പോലെയുള്ള വിഷയത്തിനകത്ത് കർത്താവിനോട് പറയും, ഇതിനകത്ത് ആളുകളുണ്ട്. പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. യേശുവിന്റെ നാമത്തിൽ നിന്റെ മുമ്പിലിന് തുറക്കുവാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് നിന്റെ മുമ്പിൽ എന്നേക്കുമായി അടച്ചു കളഞ്ഞതുപോലെ ആർക്കും ഇന്ന് തുറക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ മുന്നോട്ടുള്ള പ്രയാണങ്ങൾക്ക് വിഘ്നം വരുത്തുന്ന വിധത്തിൽ പ്രതികൂലങ്ങളുടെ സാഹചര്യത്തിനകത്ത് നിന്നെ ഒരു അടഞ്ഞ അധ്യായമാക്കി മാറ്റുവാൻ ദേശത്തിന് മുമ്പാകെ ചോദ്യചിഹ്നമാക്കുമെന്ന് പറയുന്ന പ്രതികൂലത്തിന്റെ അനുഭവങ്ങളിൽ ആത്മാവ് ഇടപെടുകയാണ്. അടഞ്ഞൊരു അധ്യായമായി നീ മാറുമെന്നല്ല, അവന്റെ മഹത്വമായി നീ മാറാൻ പോവുകയാണ്. അവന്റെ മഹത്വമായി നീ മാറുകയാണ്. അവന്റെ മഹത്വമായി നിന്റെ ലൈഫ് മാറുകയാണ്. ഓ, എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ രാത്രി ഞാൻ ദൂത് പറയുമ്പോൾ തന്നെ കർത്താവിനോട് പറയുന്നു, ആമേൻ, എവിടൊക്കെയോ ചില ഗരാറുകൾ പോലെയുള്ള, ആമേൻ, ക്ഷാമങ്ങൾ പോലെയുള്ള, എത്ര നോക്കിയിട്ടും ആമേൻ, ഉറവകൾ തുറക്കുവാൻ കഴിയാത്ത വിധത്തിൽ തുറക്കുന്ന ഉറവകളെ മണ്ണിട്ടു മൂടുന്നത് പോലെ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആമേൻ, നിനക്ക് മുന്നോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിൽ നിന്റെ വാഗ്ദത്തങ്ങൾക്ക് വിരോധമായി, നിന്റെ അനുഗ്രഹങ്ങൾക്ക് വിരോധമായി യേശുവിന്റെ നാമത്തിൽ മിനി അൽഫോൻസ ആ സിസ്റ്ററെ നോക്കി കർത്താവിനോട് അങ്ങനെ പറയുന്നു, എവിടെയോ നിന്റെ മുമ്പിൽ അടച്ചു വെച്ചിരിക്കുന്ന ഏതൊക്കെ ഉറവകൾ തുറക്കേണ്ട സമയമായിട്ടും അതിനകത്തളകളിൽ എത്തിച്ചേരുവാൻ അനുവദിക്കാതെ ഒരു ഗരാറിന് തുല്യമായി യേശുവിന്റെ നാമത്തിൽ നിനക്ക് വിരോധമായി ആധിപത്യം പറഞ്ഞുകൊണ്ട് ആമേൻ, നിന്റെ പ്രാർത്ഥനയുടെ മണ്ഡലങ്ങളിൽ നീ കാണുവാൻ കൊതിക്കുന്ന വാഗ്ദത്തങ്ങളെ നീ കാണുകയില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് വിരോധമായി വാദിച്ചു നിൽക്കുന്ന ദേശത്തിന്റെ ആധിപത്യങ്ങളെ, ചില പാരമ്പര്യ വെല്ലുവിളികളെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വെട്ടിമാറ്റി അതേ ഗരാറിനകത്ത് മഹത്വം കണ്ടവനെ പോലെ, നിറവനുഭവിക്കപ്പെട്ടവനെ പോലെ, വർദ്ധിച്ചു വന്നവനെ പോലെ, അനുഗ്രഹിക്കപ്പെട്ടവനെ പോലെ, 100 മേനി പൈതവനെ പോലെ ഈ രാത്രി ആന്റിയുമായി ദൈവാത്മാവ് ശക്തമായി ഇടപെടുകയാണ്. നിങ്ങളുടെ സാമ്പത്തിക മേഖലകൾ ഒന്നടങ്കം തകർന്നു പോകത്തക്ക വിധത്തിൽ എവിടൊക്കെയോ കാലഘട്ടത്തിന്റെ സംവിധാനങ്ങൾക്കകത്ത് ശാരീരികമായ പ്രതിസന്ധികളും വെളിപ്പെടേണ്ട നന്മയുടെ അനുഭവങ്ങളും ഉറവകളും അടച്ചുകൊണ്ട്
കാലങ്ങളായി നിങ്ങൾക്ക് വിരോധമായി വാദിച്ചു നിൽക്കുന്ന ചില പ്രതികൂലത്തിന് അനുഭവങ്ങളുടെ നടുവിൽ ഇന്ന് രാത്രി മിനിയാണ്ടി പരിശുദ്ധാത്മാവോട് പറയുന്നു, യേശുവിന്റെ നാമത്തിൽ ഹോളി സ്പിരിറ്റ് എന്നോട് പറയുകയാണ്, ഒരു വലിയ ഉറവ തുറക്കുന്ന പോലെ തമ്പുരാന്റെ കരം ഇന്ന് രാത്രി ശക്തിയോടെ വെളിപ്പെടുകയാണ്. അർദ്ധവനഘടകസ്യ അർദ്ധപ്രവചനാദികൾ ഘടകസി വൈഡവനഘടകസ്യ. ചില നാടുകളായി നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് കരയുന്ന ചില വിഷയങ്ങളുടെ മധ്യത്തിൽ ആത്മതപനം ചെയ്തുകൊണ്ട് തലമുറകളുമായി ബന്ധപ്പെട്ട് കുടുംബത്തിനകത്ത് വെളിപ്പെടേണ്ട ചില ദൈവിക പ്രവൃത്തിയുടെ ആഴങ്ങൾ കാണുവാൻ സമ്മതിക്കാതെ വണ്ണം എവിടൊക്കെ വഴിമുടക്കി നിൽക്കുന്ന പ്രതികൂലത്തിന്റെ അനുഭവങ്ങളെ കർട്ടൻ ഉയർത്തുന്ന പോലെ ഇങ്ങോട്ട് നോക്കിക്കേ. പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ ആമേൻ ആമേൻ, അടുത്ത 45 ദിവസങ്ങൾക്കകത്ത് നീ കാണത്തക്ക വിധത്തിൽ ചില വിടുതലുകൾ നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടാൻ പോവുക. ഞാനിത് പറയുമ്പോൾ ഒരു കെട്ടഴിയുന്ന വെളിപ്പാട് ഞാൻ കാണും. ഭവിഷ്യപ്രവാദികൾ ഭയങ്കര വിടുതൽ, നിങ്ങളുടെ മേലൊരു ഭയങ്കര അഭിഷേകം ഉണ്ട് കേട്ടോ. എനിക്ക് നിങ്ങളെ അറിയത്തില്ല, പക്ഷെ നിങ്ങൾ ഭയങ്കരമായിട്ട് ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടോളാ. ഉടബലബലഘടകസി. എവിടെയോ ചില പൈശാചിക പ്രതികൂലങ്ങൾ പാരമ്പര്യ മേഖലകൾക്കകത്തൂടെ കയറി വന്നു. നിന്റെ പ്രാർത്ഥനയുടെ മണ്ഡലങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് പൗരോഹിത്യപരമായി വെല്ലുവിളിക്കുന്ന ചില മുഖങ്ങൾ ഇന്ന് രാത്രി അതിനെ വെട്ടി ദൈവം നിങ്ങൾ എഴുന്നേൽപ്പിക്കാൻ പോവാ. ഉടയാമനയാ റകത്തുരി വൈഷപ്രവാദികൾ ഘടകസ്യ വേദമന ഘടകസ്യ. ഒരു പ്രത്യേക വിഷയത്തിന് വേണ്ടി നിങ്ങൾ ദിവസങ്ങൾ കരയുക. ഒരു തലമുറയുടെ പ്രാർത്ഥന വിഷയം ദൈവാത്മാവിന്റെ മുമ്പിൽ കൊണ്ടുവരും. ഇന്ന് രാത്രി കുടുംബത്തിനകത്ത് ചിലതിനെ ദൈവം തൊടാൻ പോവുക, ചിലതിന് മുമ്പിൽ വഴികൾ തുറക്കാൻ പോവുക. ശാമന ഹർത്തപ്രവാദിയ അതരഘടകസ്യ അർത്ഥപ്രവചനാദി കെട്ടി ഉടബലപരഘടകസ്യ അന്തൽഖമന ഘടകസ്യ. ആമേൻ. കാണിക്കത്തിൽ എന്ന് വാദിക്കുന്ന ചില വെല്ലുവിളികൾ. ആമേൻ ആമേൻ. ആത്മാവ് ഇടപെടുന്നു. സ്വന്തം കുടുംബ പശ്ചാത്തലത്തിനകത്തു തന്നെ എതിരായി വരുന്ന ചില വെല്ലുവിളികൾ, എതിർപ്പുകൾ. ഉടബലഘടകസ്യ ശരീരത്തിന്റെ വലത് സൈഡുമായി ബന്ധപ്പെട്ട് ചില പ്രയാസങ്ങൾ കൊണ്ടുവന്ന് ആ ഷോൾഡറിന്റെ താഴേക്ക് ഒരു പ്രതികൂലം പോലെ അസ്വസ്ഥതകൾ കൊണ്ടുവന്ന് പലപ്പോഴും ഇതിനെ കിടത്തിക്കളയുവാൻ വാദിച്ചു നിൽക്കുന്ന ചില പൈശാചിക പ്രതികൂലങ്ങൾ ഇന്ന് രാത്രി ദൈവാത്മാവ് ഇടപെടുക. ഞാനിത് പറയുമ്പോൾ ഒരു ദൈവശക്തി, മിനി അൽഫോൺസ ആന്റി, ദൈവം നിങ്ങളുടെ മേൽ തൊടുകയാണ്. ഉടബലബലഘടകസ് കർമ്മവാദി കെട്ട ഉടിച്ചവാദി കെട്ടി ഉടിവിധി ഘടകസ്യ. ചില പൗരോഹിത്യ അറ്റാക്കുകൾ ഇന്ന് രാത്രി പൊട്ടുകയാണ്. ഈ മീറ്റിങ്ങിനകത്ത് കൂടിയിരിക്കുന്ന പലരുടെ മേലും ഇന്ന് രാത്രി സമയത്തിനൊത്തവണ്ണം ദൈവപ്രവർത്തികൾ ചലിക്കുവാൻ അനുവദിക്കാതെ വണ്ണം കാലഗതികൾക്കകത്ത് ചില വിഷയങ്ങളെ പ്രതികൂലങ്ങളാക്കിക്കൊണ്ട് വാക്തത്വങ്ങൾ വെളിപ്പെടുവാൻ സമ്മതിക്കാതെ വണ്ണം എവിടെയോ അടച്ചുറപ്പാക്കിയിരിക്കുന്ന പോലെ നിന്നെ വിടുകയില്ലെന്ന് വാദിച്ചു നിൽക്കുന്ന ചില പ്രതികൂലങ്ങളുടെ നടുവിൽ ദൈവാത്മ പറയുന്നു, എത്ര കുഴിച്ചാലും ഉറവകൾ തുറക്കാതെ വേണം, എത്ര കുഴിച്ചാലും ദൈവപ്രവൃത്തി കാണാൻ അനുവദിക്കാതെ വേണം. കയ്യിലിരിക്കുന്ന വിത്തുകളെ പോലും മുളപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ നാമത്തിന്റെ അനുഭവത്തിൽ കൂടെ നിന്നെ മുന്നോട്ട് വിടത്തക്ക വിധത്തിൽ പിന്നെയും തകർച്ചയുടെ അനുഭവങ്ങൾ, പിന്നെയും പ്രതികൂലങ്ങളുടെ അനുഭവങ്ങൾ, ഒന്ന് മാറി അങ്ങനെ തന്നെ നിൽക്കുന്ന യേശുവിന്റെ നാമത്തിൽ അങ്ങനെയുള്ള ചില പ്രതികൂലങ്ങൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ദൈവം വെട്ടുകയാണ്. അതരവലഘടകസ് ജൻസി ഷിജു ഈ ദൂതിനെ ആത്മാവിൽ സ്വീകരിച്ചോണം കേട്ടോ. അറാബാല ഹർത്തപ്രവാദിയാല ഉടബലഘടകസ്യ. ചിലരെ ദൈവാത്മാവ് അങ്ങനെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഞാൻ ആ പേര് പറയുന്നു. യേശുവിൻ നാമത്തിൽ ഉടബലഘടകസ്യ ആത്മാവിൽ ശക്തമായി പ്രാർത്ഥിച്ചോണം. ഈ മാർച്ച് മാസവുമായി ബന്ധപ്പെട്ട് സഹോദരി നിന്റെ ജീവിതത്തിനകത്ത് ഭയങ്കര വിടുതലുകളാണ് നടക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. ഈ 3-ാം മാസം ദൈവം നിന്റെ ലൈഫിനകത്ത് ചില വാതിലുകൾ തുറക്കും. ഉടബലഘടകസ്യ അടയപ്പെട്ടതുപോലെ സഫലവും വിശാലമായ വാതിലുകൾ ദൈവം നിന്റെ ജീവിതത്തിൽ തുറക്കാൻ പോവുക. ഉടബാ രഹസ്യ അർത്ഥപ്രവാദിയ. പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. എവിടേക്കോ ഒറ്റപ്പെട്ട് നിൽക്കുന്നവളെ പോലെ എവിടെയോ സഹായിക്കുവാൻ കഴിയാതെ വണ്ണം, എവിടെയോ തളയ്ക്കപ്പെട്ടവളെ പോലെ, തനിച്ചാക്കപ്പെട്ടവളെ പോലെ ജീവിതത്തിനകത്തലങ്ങളിൽ എവിടൊക്കെയോ ഓർഡർ തെറ്റി നിൽക്കുന്ന ചില അനുഭവങ്ങൾ ഇന്ന് രാത്രി സ്വർഗം പറയുന്നു. ദൈവം നിന്റെ ലൈഫിനെ തൊടാൻ പോവുക. ദൈവം നിന്റെ ലൈഫിനെ തൊടുക കേട്ടോ.
ശബരഘടകസ്യ വേർപിരിച്ചു കളയത്തക്ക വിധത്തിൽ പ്രതികൂലത്തിന് അനുഭവങ്ങൾ ശക്തമായി നിനക്ക് വിരോധമായി വന്നു. ആമേൻ ആമേൻ ആമേൻ. വർഷങ്ങളായി നീ ചുമക്കുന്ന ചില ചുമടുകൾ, ആമേൻ ആമേൻ, ചില പ്രത്യേക ചില വിഷയങ്ങൾക്കകത്ത് നീ കടന്നുപോയി. ആമേൻ. കണ്ണുനീരോടുകൂടെ നീ രാത്രിയാമങ്ങളിൽ കരഞ്ഞ് അവൻ ഉറക്കം കെട്ടവളെ പോലെ ആയിത്തീർന്ന ഒരു അനുഭവങ്ങൾ ആത്മാവനെ വ്യക്തമായി കാണിക്കുന്നു. കഴിഞ്ഞ ആമേൻ കുറെ മാസങ്ങളായി ഉറക്കമില്ലാത്തവളെ പോലെ നീ ഇരിക്കുക. ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, നിനക്ക് വേണ്ടി ഒരു ദൂതൻ അവിടെ ഇറങ്ങാൻ പോവാ. മഹത്തമായി ചില വിഷയങ്ങൾ മാറേണ്ടതിന് ഏതോ ചില വലിയ പ്രതികൂലങ്ങളുടെ അനുഭവങ്ങൾ ദൈവം ഇല്ലാതാക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവിനോട് ഇടപെടുന്നു. വിജയ് പാസ്റ്ററെ, ആ സഹോദരിയുടെ മേൽ ഭയങ്കര വിടുതൽ നടക്കാൻ പോവാ. എനിക്ക് ഈ വചനത്തിന്റെ വെളിപ്പാടുകളൊന്ന് തുറക്കണമെന്നുണ്ട്, പക്ഷെ സമയം എന്റെ മുമ്പിൽ ഇല്ലാത്തതുകൊണ്ട്. ആമേൻ. മഹാദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുന്ന വിധത്തിൽ വേദപുസ്തകം ആ പദം കൊടുക്കുകയാണ്, അതിനൊരു പദം കൊടുക്കുകയാണ്, കാലസമ്പൂർണതയുടെ വ്യവസ്ഥ. ആമേൻ. ഇതെങ്ങനെ വെളിപ്പെടുമോ ചോദിച്ചാൽ പരിശുദ്ധാത്മാവെന്ന് പറയുന്നു, ഇത് വെളിപ്പെടുന്നത് ചില ദൈവികമായ മർമ്മത്തിന്റെ അന്തരീക്ഷത്തിൽ കൂടെയാണ്. ഒരാമേൻ പറയാമോ? ഇതിനെ എങ്ങനെ വിശദമാക്കണമെന്ന് എനിക്കറിയില്ല, എങ്കിലും പരിശുദ്ധാത്മാവെന്ന് പറയുക. ഈ 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം വായിക്കുമ്പോഴേ അതിന്റെ 2 രാജാക്കന്മാരുടെ പുസ്തകം എടുത്താട്ടെ, 8-ാമത്തെ വാക്യം മുതൽ വായിച്ചാൽ 8 മുതൽ 10 വരെയുള്ള വാക്യം. ചില മർമ്മങ്ങൾ നിങ്ങൾ തിരിച്ചറിയണം. എന്നാൽ ദൈവപുരുഷൻ ഇസ്രായേൽ രാജാവിനോട്, ഇന്ന സ്ഥലത്തൂടെ കടക്കാതിരിപ്പാൻ സൂക്ഷിക്കുക, അരാമ്യർ അവിടേക്ക് വരുന്നുണ്ട് എന്ന് പറയിച്ചു. ദൈവപുരുഷൻ പറഞ്ഞും പ്രബോധിപ്പിച്ചും ഇരുന്ന സ്ഥലത്തേക്ക് ഇസ്രായേൽ രാജാവ് ആളയച്ചു. അങ്ങനെ അവൻ 1 പ്രാവശ്യമല്ല 2 പ്രാവശ്യമല്ല തന്നെത്താൻ രക്ഷിച്ചത്. ഒരാമേൻ പറഞ്ഞാട്ടെ. ശരിക്കും പറഞ്ഞാൽ പ്രതികൂലത്തിന്റെ ഭയങ്കര ഒരു അറ്റാക്കിനകത്തു നിന്നും ദൈവം പുറത്തു കൊണ്ടുവരുന്ന വിധത്തിൽ, ദൈവമഹത്വത്തിന്റെ സമ്പൂർണത വെളിപ്പെടുത്തുന്ന വിധത്തിൽ തന്റെ ജനത്തിന് മേൽ വെളിപ്പെട്ടു വന്ന ഒരു പ്രധാനപ്പെട്ട വിഷയത്തെ കുറിച്ച് പറയാ. നിങ്ങളതിനെ 8-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോഴാണ് അരാം രാജാവ് ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുവാൻ കടന്നു വരിക. അവർ വിചാരിക്കുന്നു ഇന്ന സ്ഥലത്ത് പാളയം ഇറങ്ങണമെന്ന്. നോക്കുക. എന്നാൽ 9-ാമത്തെ വാക്യം പറഞ്ഞു, ദൈവപുരുഷൻ ഇസ്രായേൽ രാജാവിനോട്, ശത്രു മുമ്പിൽ വന്ന് നിൽക്കുമ്പോഴും ദൈവിക മർമ്മങ്ങൾക്കൊത്തവണ്ണം, ദൈവ പദ്ധതിക്കൊത്തവണ്ണം നമ്മുടെ ഡയറക്ഷനുകളെ നിങ്ങൾ ക്രമീകരിച്ചെങ്കിൽ മാത്രമേ ദൈവപ്രവൃത്തിയുടെ ആഴമായ ചലനങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. ഒരാമയും പറയാൻ പറ്റുമോ? ശത്രു മുമ്പിൽ വന്ന് നിൽക്കുമ്പോഴും ദൈവമനുഷ്യന്റെ മനസ്സല്ലെ, ദൈവമനുഷ്യന്റെ ഹൃദയം ദൈവിക മർമ്മത്തിന്റെ വലിപ്പത്തിലേക്ക് കടന്നു പോവുകയാണ്. ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന ദൈവിക വഴിയുടെ ഡയറക്ഷനകത്തേക്ക് പോവുകയാണ്. ഒരാമയും പറയാൻ പറ്റുമോ? ഇങ്ങനെ ആത്മമണ്ഡലത്തിൽ ചുവട് വയ്ക്കുന്ന ഒരുവന് മാത്രമേ സക്സസ് ആകുവാൻ കഴിയുകയുള്ളെന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. ആമേൻ. ശത്രുവിന്റെ വലിപ്പത്തെ കണ്ടവിടെ ഭയപ്പെടുകയല്ല. ദൈവപദ്ധതിയുടെ സമ്പൂർണത വെളിപ്പെടുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ ദൈവിക മർമ്മത്തോടുകൂടെ തന്നെ ദൈവിക വഴികളെ തിരിച്ചറിയത്തക്ക വിധത്തിൽ നമ്മുടെ ആത്മമണ്ഡലത്തെ ആത്മാവ് ഡയറക്റ്റ് ചെയ്യത്തക്ക വിധത്തിൽ ദൈവിക കേന്ദ്രീകൃതമായി മാറുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവ് കേന്ദ്രീകൃതമായി മാറുന്നുവെങ്കിൽ ആത്മാവ് വ്യക്തമായി അതിന് മുമ്പിൽ ചില റൂട്ടുകളെ വെളിപ്പെടുത്തി തരും. മനസ്സിലാകാൻ പറ്റുമെങ്കിൽ ആമേൻ പറഞ്ഞാണ്. അവിടെ വായിക്കുന്ന വാക്യം എന്താണ്? 10-ാമത്തെ വാക്യം പറയുന്നു, ദൈവപുരുഷൻ പറഞ്ഞും പ്രബോധിപ്പിച്ചും ഇരുന്ന സ്ഥലത്തേക്ക് ഇസ്രായേൽ രാജാവ് ആളയച്ചു. അങ്ങനെ 1 പ്രാവശ്യമല്ല 2 പ്രാവശ്യമല്ല തന്നെത്താൻ രക്ഷിച്ചത്.
ദൈവിക വിടുതൽ പൂർത്തീകരിക്കപ്പെടുന്നത് നിങ്ങൾ നോക്കിയാട്ടെ. എന്താ 9-ാമത്തെ വാക്യം പറയുന്നത്? ദൈവപുരുഷൻ ഇസ്രായേൽ രാജാവിനോട് ഇന്ന സ്ഥലത്തുകൂടി കടക്കാതിരിപ്പാൻ സൂക്ഷിക്കാം. ഇതെങ്ങനെ വെളിപ്പെടുന്നത്? ഒരാമേ പറഞ്ഞാട്ടെ. ദൈവ പദ്ധതിയുടെ സമ്പൂർണത വെളിപ്പെടണമെങ്കിൽ അതിനെ വെളിപ്പെടുത്തുന്ന വിധത്തിൽ ഒരു ആത്മീക മർമ്മം, ആത്മീക ഡയറക്ഷൻ നിങ്ങളുടെ അകത്തുണ്ടായിരിക്കും. അങ്ങനെ ഒരു ആത്മീക ഡയറക്ഷൻ നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി എത്ര വലിയ മാരക വിഷയമാണെങ്കിലും, എത്ര വലിയ മാരക രോഗമാണെങ്കിലും, ഇനി അഴിയത്തില്ലെന്ന് പറയുന്ന എത്ര വലിയ കടുങ്കെട്ടാണെങ്കിലും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി സെക്കൻഡുകൾക്കുള്ളിൽ അത് മാറിയിരിക്കും. എത്ര പേർക്ക് ഇന്ന് രാത്രി വിശ്വസിക്കാൻ പറ്റും? എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയണമെന്നുണ്ട്, പക്ഷെ സമയം എന്റെ മുമ്പിലില്ല. ഡയറക്ഷൻ ക്ലിയർ ആയി മാറണം. ഡയറക്ഷൻ ക്ലിയർ ആയി മാറണമെങ്കിൽ ഉപവാസത്തിന്റെ 6-ാമത്തെ രാത്രിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന, നിങ്ങൾ കാത്തിരിക്കുന്ന, നിങ്ങളുടെ മുമ്പിൽ തുറക്കേണ്ട ഒത്തിരി വാതിലുകൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് രാത്രിയിൽ ദൈവം തുറക്കുന്നത് ഏതെങ്കിലും വാതിലല്ല, അവന്റെ മഹത്വത്തിനൊത്തവണ്ണമുള്ള വാതിലായിരിക്കും തുറക്കുന്നത്. താൽക്കാലിക ആശ്വാസം പോലെ ദൈവം നിങ്ങളുടെ മേൽ ഒന്നും ചെയ്യത്തില്ല. മുക്കുട്ടുതറയിലെ മനോജ, താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടി ദൈവം ഒന്നും ചെയ്യത്തില്ല. ദൈവം എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അവന്റെ മഹത്വത്തിന്റെ വലിപ്പത്തിനൊത്തവണ്ണമേ ചെയ്യത്തുള്ളൂ. ഒന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഇത് സംഭവിക്കപ്പെടണമെങ്കിൽ ആ വലിപ്പം വെളിപ്പെടുന്ന വിധത്തിലുള്ള ദൈവിക മർമ്മങ്ങളുടെ വെളിപ്പാടിന്റെ ഡയറക്ഷൻ അകത്തേക്ക് നിങ്ങളുടെ ആത്മാവിനെ തുറക്കണം. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലായി? ചില വിഷയങ്ങൾക്കകത്ത് ഇന്ന് രാത്രി വിടുതൽ ഉണ്ടാകണമെന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നു? അടഞ്ഞ വാതിലുകൾ ഇനി ഒരു നാളും അടയാതിരിക്കേണ്ടതിന്, യെശയ്യാ 45:1, വാതിലുകൾ തുറന്നിരിക്കേണ്ടതിന്, കതകുകൾ അടയാതിരിക്കേണ്ടതിന് ഞാൻ അവനെ വലം കൈക്ക് പിടിച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനോട് ചിലരെ നോക്കി അങ്ങനെ പ്രവചിക്കാൻ പറയുന്നു. ദൈവദാസനെ, ഇതിനകത്തിരിക്കുന്ന ഒത്തിരി പേരുടെ മേൽ പരിശുദ്ധാത്മാവുണ്ട്. എല്ലാവരും കണ്ണടച്ചാട്ടെ. എന്നോട് പറഞ്ഞ സമയം കഴിഞ്ഞു. ഞാൻ അല്പസമയം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഞാൻ നിർത്താം. മറ്റേതെങ്കിലും അവസരത്തിൽ കർത്താവദാസൻ വിളിക്കുകയോ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ഞാനത് കണ്ടിന്യൂസ് സംസാരിക്കും. എല്ലാവരും ഇത് കണ്ണടച്ചാട്ടെ. റാബാല ശംഥല അധികൽ കണകസിയ. ഈ രാത്രിയിൽ എന്തെങ്കിലും കേട്ടെന്ന് പറഞ്ഞിരിക്കാനല്ല, ഒരു കാലസമ്പൂർണത നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോയി. നിങ്ങളുടെ ജീവിതത്തിനകത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ സമ്പൂർണമായ നിയന്ത്രണം ഏറ്റെടുക്കുന്ന വിധത്തിൽ നിങ്ങൾ പറയുന്ന വിഷയം, നിങ്ങളുടെ ഭാവി കാര്യം, നിങ്ങളുടെ പ്രാർത്ഥന വിഷയം, നിങ്ങളുടെ ജോലി കാര്യം, നിങ്ങളുടെ ആത്മീയ വിഷയം, നിങ്ങളുടെ ശുശ്രൂഷകൾ, അടയപ്പെട്ട വാതിലുകൾ, ഇനി യാത്രയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ, നിങ്ങളുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ, ഇന്ന് രാത്രി ആത്മാവിനൊന്ന് പ്രാർത്ഥിച്ചേ. 1 മിനിറ്റ് അന്യഭാഷയിൽ ഒന്ന് പ്രാർത്ഥിച്ചേ. റഖമന ഹന്തലാദിയ റഖോ ശകലമ റഖതലെ ബാറോ കോസ്മനാദിയാര റബബബബാഷ്. ഇന്ന് രാത്രിയിൽ ഈ മർമ്മത്തിന്റെ വെളിപ്പാട്, ആമേൻ, ദൈവിക ഹിതത്തെ നന്നായി തിരിച്ചറിയുന്ന വിധത്തിൽ നിങ്ങളുടെ ആത്മാവിനകത്ത് അതിനെക്കുറിച്ചുള്ള ഡയറക്ഷൻ, അതിനെക്കുറിച്ചുള്ള ആഴമേറിയ തിരിച്ചറിവ് ഇന്ന് രാത്രി ഒന്ന് വെളിപ്പെടത്തക്ക വിധത്തിൽ നിങ്ങളുടെ ആത്മാവിനൊന്ന് പ്രാർത്ഥിച്ചേ. ഇപ്പോൾ അത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ സെക്കൻഡുകൾക്കകത്ത് നിങ്ങളുടെ വിഷയത്തിനകത്ത് മറുപടികൾ സംഭവിക്കാൻ പോകുകയാണ്. ചിലരുടെ വിടുതലുകൾ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ കാണുന്നു. റോയജ പ്രാർത്ഥിച്ചോ, കണ്ണടച്ചോ, പ്രാർത്ഥിച്ചോ. നിങ്ങളുടെ മേൽ വലിയ അത്ഭുതങ്ങൾ നടക്കാൻ പോയി. എവിടൊക്കെയോ നിങ്ങളുടെ കയ്യിൽ വരുന്ന സാലറികൾ ആമൻ കണ്ടമാനം അതിനെ ആമൻ ഇല്ലാണ്ടാക്കുന്ന, ശോഷിപ്പിച്ച് കളയുന്ന, ശൂന്യമാക്കി കളയുന്ന, ആമൻ. ഒന്നുകൂടെ പറഞ്ഞാൽ ദൈവാത്മ പറയുന്നു, നിങ്ങൾ ഇപ്പോൾ ഇൻക്രിമെന്റ് സംഭവിക്കേണ്ട സമയത്താണ്, നിങ്ങളുടെ സാലറി ഉയർത്തപ്പെടേണ്ട സമയത്താണ്. പക്ഷെ നിങ്ങൾക്ക് വിരോധമായിട്ട് അവിടെ നിൽക്കുന്ന ഒരു ഒപ്പോണന്റ് ഫൈറ്റിംഗ് ഉണ്ട്, എതിർ ഫൈറ്റിംഗ് ഉണ്ട്. ദൈവാത്മാവിനെ വെളിപ്പാട് കാണിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ചില 4-ാം വേദത്തിന്റെ ആധിപത്യം നിങ്ങൾ എവിടെ ചെന്നാലും ഉറക്കത്തില്ലെന്ന് പറഞ്ഞ്, എവിടെ ചെന്നാലും നിങ്ങൾ ഉറക്കത്തില്ല. ആമേൻ. എവിടെ ചെന്നാലും ജോലിയിൽ തുടരത്തില്ല, നന്മയിൽ തുടരത്തില്ല, എവിടെ ചെന്നാൽ ഉറക്കത്തില്ലെന്ന് പറഞ്ഞ് നിൽക്കുന്ന ആ പ്രതികൂലത്തിന്റെ ഫൈറ്റിംഗ് ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ ഒന്ന് പ്രാർത്ഥിച്ചേ.
ഉറബാന ഹംദര അധികൽ ഘടകസിഹ. യേശുവിൻ നാമത്തിൽ ദൈവ മർമ്മത്തിന്റെ ആമേൻ വലിപ്പം ഇന്ന് രാത്രി നിങ്ങളുടെ അകത്തളങ്ങൾ വെളിപ്പെടുമ്പോൾ ഞാൻ ആത്മാവി പറയുന്നു, ദൈവിക പദ്ധതിയുടെ കാലസമ്പൂർണത വെളിപ്പെടുക എന്ന് പറഞ്ഞാൽ അവന്റെ മഹത്വത്തിന്റെ വലിപ്പം നിങ്ങളുടെ മേൽ വെളിപ്പെടുക. അത് നിങ്ങളുടെ മിനിസ്ട്രി വെളിപ്പെടും. ആമേൻ ആമേൻ ആമേൻ. ബിജോച്ച, ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, ഒരു സാധാരണ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ടല്ല. കർത്താവ് പറയുന്നു, അസാധാരണമായി പ്രൊഫറ്റിക്കൽ മേഖലകൾ കൈകാര്യം ചെയ്യുന്ന, ആമേൻ, പ്രൊഫറ്റിക്കൽ ഹീലിംഗുകൾ കൈകാര്യം ചെയ്യുന്ന അസാധാരണമായ അഭിഷേകത്തോടുകൂടെ ചില യാത്രകൾ നിങ്ങളുടെ മുമ്പിൽ ദൈവം ഒരുക്കാൻ പോവുകയാണ്. ചില വിദേശ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ, അതിന്റെ തടസ്സങ്ങൾ ദൈവം പൊട്ടിക്കുന്ന ഞാൻ ആത്മാവിൽ കാണും. ഉടമലകൾ നിങ്ങളുടെ പാസ്പോർട്ടിന്റെ മേൽ സീല് പതിയും ഞാൻ ആത്മാവിൽ കാണുക. ഉടമ രഗത 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 അടകമനഘടകസി കടമനഘടകസി അർത്ഥപ്രഭാതിയാന ഉടമൽ കമനഘടകസി. അസാധാരണമായ ചില ടേക്ക് ഓഫുകൾ അടിക്കുന്ന കുഞ്ഞുങ്ങൾ അടക്കമെന്ന് രാത്രി പ്രാർത്ഥിച്ചോണം. ഭയങ്കര വിടുതലുകൾ സംഭവിക്കാൻ പോവുക. ലാബാരാമ, നിന്റെ ജോലിയുടെ മേൽ ഭയങ്കര വിടുതൽ സംഭവിക്കാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ ശക്തമായി എല്ലാവരും പ്രാർത്ഥിച്ചേ. ദൈവാത്മാവ് ചില കുടുംബങ്ങൾക്കകത്ത് വർഷങ്ങളായി ചില ഭൂമി സംബന്ധമായ ചില പ്രോബ്ലങ്ങളെ ദൈവം പൊട്ടിക്കുന്നു. ഷാമന ഹർത്തബന, ചില ഭൂമി സംബന്ധമായ പ്രോബ്ലങ്ങൾ ദൈവം പൊട്ടിക്കുന്നു. വസ്തു സംബന്ധമായ ചില പ്രോബ്ലങ്ങൾ, ആമേൻ, ചില പ്രോപ്പർട്ടികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില പ്രോബ്ലങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ. ആ വിഷയങ്ങൾക്കകത്ത് കാലസമ്പൂർണത വെളിപ്പെടാൻ പോവുകയാണ്. ദൈവത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ, ഉലകത്തിൽ മറ്റൊന്നിനും അതിനകത്ത് ഇടപെടാൻ കഴിയാത്ത വിധത്തിൽ ദൈവം ചിലത് ചെയ്യാൻ പോവുക. റബലോ ശകലോ റഗലേ റഗദ റിഗമന ഹത്തുര രഹസ്യ അധമനഘടകസി കർമ്മവേദ ഘടകസിയ. യേശുവിൻ നാമത്തിൽ പ്ലാറ്റ്ഫോമിനകത്തിരിക്കുന്ന സകലർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യെസ്, എസ്പെഷ്യലി വസ്തു സംബന്ധമായ പ്രോബ്ലങ്ങൾ, പ്രമാണത്തിന്റെ പേരിൽ വർഷങ്ങളായി നിൽക്കുന്ന ചില പോരുകൾ ഇന്ന് രാത്രിയിൽ ചില കുടുംബങ്ങൾക്കകത്തുനിന്ന് പൊട്ടുന്നതിന് ആത്മാവിൽ കാണുകയാ. രേഖമ രേഖമിയ റഖദിയ റഖസിയ ശകതലാറിയ ലഖതരാദി കർമ്മവേദിയ. ഒന്നുകൂടെ പറഞ്ഞാൽ പരിശുദ്ധങ്ങൾ പറയുന്നു, വസ്തു സംബന്ധമായ വിഷയം, വസ്തു സംബന്ധമായ വിഷയം. അതരഘടകസ്യ മണ്ണിന്റെ പേരുള്ള വാദഗതികൾ യേശുവിന്റെ നാമത്തിൽ ചിലത് പൂർത്തിയാക്കത്തില്ലെന്ന് പറഞ്ഞ്, ആമേൻ, മണ്ണിന്റെ പേരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വാദഗതികൾ നിന്റെ കുടുംബത്തിനകത്തൊന്നും ചെയ്യിക്കത്തില്ലെന്ന്, ആമേൻ, നിന്റെ കൂടാരത്തിലൊന്നും ചെയ്യുവാൻ അനുവദിക്കത്തില്ലെന്ന്, നിന്റെ നന്മകൾ വിട്ടു തരത്തില്ലെന്ന് വാദിക്കുന്ന വിധത്തിൽ, ആമേൻ, സ്ഥലം സംബന്ധമായി വാദിക്കുന്ന ചില വെല്ലുവിളികൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഇതിനെ ദൈവം വെട്ടിക്കളയുക. യേശുവിന്റെ നാമത്തിൽ ഫ്രാൻസിസ് ആൻഡ്രൂസ് ആ ഡിവൈസ് ചോദിച്ചിരിക്കുന്ന ആന്റിയെ നോക്കി ദൈവാത്മാ പറയുന്നു, ശക്തമായി പ്രാർത്ഥിച്ചോണം. ചില വിടുതലുകൾ ഇന്ന് രാത്രി വെളിപ്പെടുമെന്ന് ആത്മാവ് ഇടപെടുക. ആമേൻ. കർത്താവിനോട് പറയുന്നു, ഒരു വലിയ മഴ പെയ്തിറങ്ങുന്നത് പോലെ ദൈവസാന്നിധ്യം നിങ്ങളുടെ പ്രാർത്ഥന വിഷയത്തിനകത്ത് വെളിപ്പെടാൻ പോയി. എവിടെയോ ദൈവാത്മാവോട് വ്യക്തമായി ഇടപെടുന്നു. വ്യക്തതകൾ നഷ്ടപ്പെട്ട വിധത്തിൽ, ആമേൻ ആമേൻ ആമേൻ, പൂർത്തീകരിക്കപ്പെടാൻ കഴിയാതെ കിടക്കുന്നത് പോലെ സാമ്പത്തിക ഭൗതിക ആത്മീയ മണ്ഡലങ്ങൾക്കകത്ത്, ആമേൻ, നാളുകളായി തുടരുന്ന ചില വെല്ലുവിളികളുണ്ട്. ശവനാദികൾ ഘടകസ്യ, ആമേൻ, പോരടിച്ചു നിൽക്കുന്ന ചില പോരാട്ടങ്ങൾ മല്ല് പിടിക്കുന്ന പോലെ ഇതിന്റെ ആരോഗ്യത്തിന് വിരോധമായി പോലും മല്ല് പിടിച്ച് പ്രതികൂലങ്ങൾക്കകത്തൂടെ കടത്തിവിട്ട്, ആമേൻ, വർഷങ്ങളായി തുടരുന്ന ചില വെല്ലുവിളികൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ആ കൂടാരത്തിനകത്തു ദൈവത്തിനെ പൊട്ടിച്ചു കളയുന്നു. ഞാനിത് പറയുമ്പോൾ വലിയ ഒരു വിടുതൽ നിങ്ങളുടെ മേൽ നടക്കുക. എന്തോ ആന്റിയുടെ നടുവേദനയുമായി ബന്ധപ്പെട്ട്, ആമേൻ, നടുവിന് വേദന, യേശുവിന്റെ നാമത്തെ അസ്ഥികളുമായി ബന്ധപ്പെട്ടുള്ള എന്തോ ഒരു പ്രയാസം, ശവാരകൾ ഘടകസ്യ, ഈ രാത്രി അത് സൗഖ്യമാകും. നിങ്ങളുടെ അസ്ഥികളുടെ മേൽ ദൈവശക്തി ഇറങ്ങുന്നു. ചില ബന്ധനങ്ങൾ അവിടെ അഴുകിയ ഷാമ റാഖ ലേബ റാഖദിയ അധരഘടകസ്യ, ഭയങ്കര ദൈവസാന്നിധ്യം ആന്റിയുടെ മേൽ ചലിക്കുന്നു. ഉദരത്തിനകത്തുള്ള ചില കെട്ടുകൾ അടാതര തിരിക്കടച്ച് വറ്റിപ്പരവാദ ഉട്ടപ്പടവെത്തി അറക്കട്ടി മാനഘടകസ്യ, യേശുവിന്റെ നാമത്തിൽ ചില പെൺ തലമുറകളുമായി ബന്ധപ്പെട്ടുള്ള വിടുതലുകൾ ചില കുടുംബങ്ങൾക്ക് സംഭവിക്കുന്നു. ഓ റബലബല ഘടകസ് വൈഡമല ഘടകസ്, പെൺ തലമുറകളുമായി ബന്ധപ്പെട്ടുള്ള ചില വിടുതലുകൾ യേശുവിൻ നാമത്തിൽ രാജ്യതലങ്ങൾക്കകത്തേക്ക് യാത്ര ചെയ്യുവാൻ കഴിയാതെ വേണം അടഞ്ഞു കിടക്കുന്ന പോലെയുള്ള ചില വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ, വിവാഹ സംബന്ധമായിട്ടുള്ള ചില തടസ്സങ്ങൾ ഇന്ന് രാത്രി ദൈവാത്മാവലെങ്ങനെയാണ് മുറിച്ചു കളയുക. കേൾക്കുന്നില്ല.
കേൾക്കുന്നില്ല. കേൾക്കാമോ ഇപ്പം? ഇപ്പൊ കേൾക്കാം. പ്രാർത്ഥിച്ചു ശുഖാമറാമല ഹംദരാധികാര ഉടകബലബല വിധിഘടക ശംദൽ കമനഘടകസ് കർമ്മവേദഘടകസ് ആ അനൂപിനോയ് എന്ന് പറയുന്ന ഡിവൈസ് യേശുവിൻ നാമത്തിൽ ശക്തമായി പ്രാർത്ഥിച്ചോ. നിങ്ങളുടെ മേലൊരു വലിയ ഓപ്പണിംഗ് ഉണ്ടാകാൻ പോവുക. ഈ 4-5 മാസങ്ങളുമായി ബന്ധപ്പെട്ട് 2025 4-5 മാസങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ അപ്ഡേഷൻ സംഭവിക്കപ്പെടുന്ന പോലെ ദൈവം നിങ്ങളുടെ ലൈഫിനകത്ത് ഒരു പുതിയ നിലവാരത്തിൽ ഒരു സ്റ്റെപ്പ് വെക്കുവാൻ ദൈവം നിങ്ങളുടെ കരത്തെ തൊടുന്ന കാണും. ഏതൊക്കെയോ മുടങ്ങിക്കിടക്കുന്ന പോലെയുള്ള ചില കാര്യങ്ങളിൽ ദൈവം ഈ ദിവസങ്ങളിൽ ഒരു പൂർണ്ണമായ വിടുതൽ തരാൻ. ഒന്നുകൂടെ പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ വരേണ്ട ചില വർധനവുകൾ, ചില സാമ്പത്തിക മേഖല, അത് പൂർണ്ണമായി നിങ്ങളുടെ കരത്തിലെത്തുവാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങളുടെ മുമ്പിൽ അടച്ചു വെച്ചിരിക്കുന്ന പോലെയുള്ള ചില അനുഭവങ്ങൾ ദൈവാത്മാവതിനെ പൊളിച്ചു കളയും. ഒരു അത്ഭുതകരമായ വിടുതൽ നിങ്ങൾ നിൽക്കുന്ന ഭൗതിക മേഖലയിൽ സംഭവിക്കാം. ഷാധാര ഹൽക്കസിയ എവിടൊക്കെയോ എന്നെ കർത്താവ് കാണിക്കുന്നത് ആമേ ദൈവരാജ്യത്തിന് മഹത്വത്തിന് ഒത്തവണ്ണമുള്ള വലിയ ചില വിടുതലുകൾ നിങ്ങളുടെ മേൽ സംഭവിക്കാൻ പോകും. നിങ്ങൾ സാധാരണമായി നിൽക്കേണ്ടവരല്ല, നിങ്ങൾ ആത്മലോകത്തിൽ ശക്തമായി പ്രക്ഷോഭിക്കേണ്ടവരാണ്. നിങ്ങളുടെ മേൽ ഒരു ഭയങ്കര ദൈവിക കോളിംഗ് കിടക്കും. പരിശുദ്ധാത്മ പറയും, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന മുറിക്കകത്ത് നിങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുന്ന ചില കാര്യങ്ങളിൽ പൂർണ്ണമായും ദൈവികമാകുന്ന വിടുതൽ കാണാൻ പോകും. എന്തൊക്കെ അപ്രൂവൽ ആകുന്നത് പോലെ ദൈവം ചിലത് നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് വേണ്ടി അത് തുറന്നിടാൻ പോകും. ഈ രാത്രി അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചോണം. 4-ാം മാസം അതിന്റെ അടയാളം കാണും. ചില പൂർത്തീകരണങ്ങൾ ആ 2 മാസവുമായി ബന്ധപ്പെട്ട് നടക്കും. ശക്തമായ ചില വിടുതലുകൾ നിങ്ങൾ അതിൽ കൂടെ അനുഭവിക്കാൻ പോവുകയാണ്. ചില എതിർപ്പുകളും ചില വെല്ലുവിളികളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു. പക്ഷെ ദൈവമാണ് നിങ്ങളെ നിർത്തിയിരിക്കുന്നത്. നിങ്ങളുടെ മേൽ വാഗ്ദത്തം ഉള്ളത് കൊണ്ട് നിങ്ങൾ തകരാതെ നിൽക്കുകയാണെന്ന് ആത്മാവ് ഇടപെടുകയാണ്. ഒരു പുതിയ കാൽച്ചുവട് വെക്കുന്ന പോലെ ആത്മാവ് നിങ്ങളുടെ മേൽ പുതിയ ചലനങ്ങൾ ഇടാൻ പോവുകയാണ്. ഞാൻ കാണുന്നു ഒരു ചുഴലിക്കാറ്റ് വന്ന് അടിച്ചിറങ്ങി എന്തൊക്കെയോ എടുത്തുകൊണ്ട് പോയതുപോലെ യെസ് നഷ്ടങ്ങൾ സംഭവിക്കപ്പെട്ട അപ്രതീക്ഷിതമായ ചില പ്രതികൂലത്തിന് അനുഭവങ്ങൾ ദൈവാത്മാവ് ഇടപെടുകയാണ്. ദൈവം അതിനകത്തുനിന്ന് നിങ്ങളെ മൊത്തത്തിൽ റിസ്റ്റോർ ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ വാതിൽ തുറന്ന് കയറുന്ന പോലെ ആത്മാവ് ഒരു വെളിപ്പാടിനെ കാണിക്കുന്നു. ശക്തമായ ദിവസങ്ങൾ നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ, നിങ്ങളിൽ അത് സാധ്യമാകാൻ പോവുകയാണ്. ഈ രാത്രി കർത്താവിനോട് അങ്ങനെ തന്നെ ഇടപെടും. ശബരാദികൾ ഘടകസ് എല്ലാവരും പ്രാർത്ഥിച്ചാൽ ഉടവര ഘടകസ് അർത്ഥപ്രവചനാദികൾ അന്തരഘടകസ് കണ്ണിലടച്ചാൽ എല്ലാവരും പ്രാർത്ഥിച്ചാൽ യേശുവിന്റെ നാമത്തിൽ അറാബാലെ ഖർമോദന ശബ്ദനാദി യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന സകല കുടുംബങ്ങളെയും സകല പ്രിയപ്പെട്ടവരെയും അഭിഷക്തന്മാരെയും എസ്പെഷ്യലി ബിജോ പാസിനെയും ഞാൻ ദൈവരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. തമ്പുരാന്റെ വലിയ കരം ഇന്ന് രാത്രി ഈ മീറ്റിങ്ങിനകത്തൂടെ നിന്റെ അഭിഷക്തന്റെ മേലും തന്റെ ശുശ്രൂഷയുടെ മേലും കർത്താവ് ഇതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന സകലരുടെ മേലും വെളിപ്പെട്ടതിനായി ദൈവശബ്ദമായി ഇന്ന് രാത്രി മുഴങ്ങി നിന്ന ദൈവവചനത്തിന്റെ ആഴങ്ങൾ ഈ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ മഹത്വമായി മാറട്ടെ. അത് ദൈവപ്രവൃത്തിയുടെ കാലസമ്പൂർണതയെ വെളിപ്പെടുത്തുന്ന വിധത്തിൽ ദൈവത്തിന്റെ ഫുൾനെസ്സിനെ അവിടുത്തെ സമയത്തിന്റെ പരിപൂർണതയെ വെളിപ്പെടുത്തുന്ന വിധത്തിൽ ഇതിന്റെ ജനത്തെ തൊട്ടതിനായി സ്തോത്രം. രോഗികൾ സൗഖ്യമായതിനായി സ്തോത്രം. അത്ഭുതങ്ങൾ നടന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ ആമേൻ. എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസനോട് ഈ മിനിസ്ട്രിയോടുള്ള പ്രത്യേകമുള്ള സ്നേഹവന്ദനത്തിൽ അറിയിക്കുന്നു. പ്രാർത്ഥനയും നിങ്ങൾ വീണ്ടും ഓർക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും 6ാമത്തെ രാത്രിയിൽ കർത്താവിന്റെ വിശുദ്ധദാസൻ പ്രിയ വിശ്വാസം കർത്താവ് അതിശക്തമായ നിലയിൽ ഉപയോഗിച്ചതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. തന്റെ ദാസനോട് കേൾക്കപ്പെട്ട തിരുവചനത്തിന്റെ ആഴം
പ്രത്യേകാൽ വ്യക്തിപരമായി അറിയിച്ച ദൈവത്തിന്റെ അരുളപ്പാട് അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹവും വിടുതലുമായി തീരട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇടപെട്ട ഒരുപാട് കാര്യങ്ങൾ ഞാൻ കുറിച്ചു വെക്കുവാനിടയായിട്ട് സ്തോത്രം. ദൈവത്തിന്റെ സമയത്തെ കുറിച്ച് നമുക്കൊരു ബോധ്യം ഉണ്ടാവണം. ദൈവത്തിന്റെ സമയത്തെ സ്തോത്രം. നമ്മുടെ സമയത്തെ കുറിച്ചല്ല, ദൈവത്തിന്റെ സമയത്തെ കുറിച്ചൊരു ബോധ്യം ഉണ്ടാവണം. ദൈവത്തിന്റെ വലിപ്പം നമ്മൾ തിരിച്ചറിയണം. സ്തോത്രം. ദൈവത്തിന്റെ വലിപ്പം, നമ്മൾ ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, സേവിക്കുന്ന ദൈവത്തിന്റെ വലിപ്പം തിരിച്ചറിയണം. ഒരു എറ്റേണൽ പർപ്പസിനായി ദൈവം നമ്മളെ പണിതുകൊണ്ടിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ കർത്താവ് ഇത് ചെയ്യുന്നതിനായി സ്തോത്രം. ദൈവത്തിന്റെ ഫുൾനെസ് ഈ ദിവസങ്ങളിൽ നമ്മുടെ ലൈഫിൽ വെളിപ്പെട്ടു വരും. ആമേൻ. ഹല്ലേലൂയ. സമയവ്യവസ്ഥകളെ കണ്ടറിഞ്ഞ് പ്രാർത്ഥിക്കാം. നമ്മുടെ കേരളത്തെ കുറിച്ച് പറഞ്ഞൊരു പ്രവചന ശബ്ദം നമുക്കറിയാം. ഒന്നു മാറി വേദനാജനകമാകുന്ന വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. നമ്മളാകുന്ന ഈ സ്റ്റേറ്റിന് വേണ്ടി, നമ്മളാകുന്ന ദേശത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി ഉണർന്ന് പ്രാർത്ഥിക്കേണ്ട കാവൽ ഭടന്മാരാണ് നമ്മൾ. സ്തോത്രം. നമുക്ക് ഈ നാളുകളിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. മഹാദൈവത്തിന്റെ ആഴമേറിയ വെളിപ്പാടിലേക്ക് സഭയെ പരിശുദ്ധാത്മാവ് ഈ ദിവസം നയിക്കും. ഹല്ലേലൂയ. സ്വർഗത്തിലുള്ള കാര്യങ്ങൾ ഭൂമിയുമായിട്ട് കണക്ട് ചെയ്യുന്നത് ക്രിസ്തുവിലൂടാണ്. സ്തോത്രം. അത് വെളിപ്പെടുത്തുന്നത് തന്റെ മഹത്വമായി. ഹല്ലേലൂയ. തന്റെ മഹത്വമായി അത് വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. ചില വിഷയങ്ങൾ, അതായത് കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ, അങ്ങനെ പരിശുദ്ധാത്മാവ് പറഞ്ഞ കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ ചില വലിപ്പം വെളിപ്പെടും. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. മഹത്വം വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ഇത് വെറുതെ കേട്ട് പോവല്ല. നമ്മുടെ ഭവനത്തിന്റെ അകത്ത് ആ മഹത്വം വെളിപ്പെട്ടു വരണം. സ്തോത്രം. ദൈവപദ്ധതിയുടെ സമ്പൂർണത വെളിപ്പെടണമെങ്കിൽ ദൈവപദ്ധതിയുടെ സമ്പൂർണത വെളിപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവാത്മാവ് കാണിച്ചു തരുന്ന ഡയറക്ഷനിൽ നമ്മൾ സഞ്ചരിക്കണം. സ്തോത്രം. വെളിപ്പാട് ദൈവാത്മാവ് കാണിച്ചു തരുന്ന ഡയറക്ഷനിൽ നമ്മൾ സഞ്ചരിക്കണം. ഇന്ന് രാത്രി അതിശക്തമായ നിലയിൽ കർത്താവിന്റെ അഭിഷക്തനെ പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവിന്റെ ദാസനെ ഇന്ന് രാത്രി ദൈവത്തോളം ബന്ധപ്പെടുത്തിയല്ലോ. ഞങ്ങളുടെ നടുവിൽ കർത്താവിന്റെ മാറ്റമില്ലാത്ത തിരുവചനം ശുശ്രൂഷിച്ച വിശ്വാസമുള്ള എല്ലാവിധ നന്ദിയും സ്നേഹവും ഞാൻ ഈ ധരണയിൽ അറിയിക്കുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമ്മളെ തന്നെ ദൈവകരത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ കേൾക്കപ്പെട്ട തിരുവചനത്തിന്റെ മുൻപിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥനയോടായിരുന്നു. സ്തോത്രം. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പൊ ഭോപ്പാലുള്ള മാത്യു ചാൻ പ്രാർത്ഥിക്കും. കർത്താവിന്റെ ദാസൻ അനീഷ് പാസ്റ്റർ ആശീർവാദം പറയും. മാത്യു ചാൻ ഉണ്ടോ? സ്തോത്രം. മാത്യു ചാൻ പ്രാർത്ഥിച്ചാൽ മാത്യു ചാൻ കേൾക്കാമോ? പ്രാർത്ഥിച്ചാൽ പിതാവേ, ക്രിസ്തുയേശുവിന്റെ നാമത്തിലടി ഞങ്ങൾക്ക് ഒരുമനപ്പെട്ട് കടന്നു വന്ന് ഹാലേലൂയ മീറ്റിംഗിൽ സംബന്ധിപ്പാൻ, ഹല്ലേലൂയ കർത്താവേ ശുശ്രൂഷകൾ അനുഭവിപ്പാൻ ദൈവം തന്ന മഹാഭാഗ്യത്തിനായ സ്തോത്രം ചെയ്യുന്ന കർത്താവേ സ്തോത്രം. പാസ്റ്റർ ജോയിലൂടെ കർത്താവേ ഇത് തുടങ്ങി വെച്ച് കർത്താവേ ഹാലേലൂയ 6-ാം ദിവസത്തിലേക്ക് പ്രവേശിപ്പിച്ചു. നാഥ, അവിടുത്തെ കരുണയും കൃപയും ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കർത്താവേ സ്തോത്രം. ഇന്നത്തെ ശുശ്രൂഷയിൽ ഗാന ശുശ്രൂഷയിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തി അതിനായി സ്തോത്രം ചെയ്യുന്നു. ഹാലേലൂയ. ഗാന ശുശ്രൂഷ ഹാലേലൂയ നിർവഹിച്ചതിന്റെ ദാസനോട് നീ മനസ്സിലുകയും ഹാലേലൂയ വിശാല മേഖലകളിലേക്ക് നടത്തുകയും ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ കർത്താവേ വചനം ശുശ്രൂഷിച്ച നിന്റെ പ്രവൃത്തിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ. അഭിഷേകത്തിന്റെ അധികാരത്തിന്റെ കൃപയുടെ നിറവിൽ നിറഞ്ഞുകൊണ്ട് ഹാലേലൂയ സ്വർഗത്തിലെ കാര്യങ്ങൾ ഭൂമിയിലേക്ക് ഹാലിതാവേ അതിനെ കൂട്ടിച്ചേർക്കുന്ന ക്രിസ്തുയേശുവിലൂടെ കൂട്ടിച്ചേർക്കുന്ന ആ കാല സമ്പൂർണതയെക്കുറിച്ച് ദൈവത്തിന്റെ മഹത്വത്തിന്റെ ഫുൾനെസിനെ കുറിച്ച് ഒക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. വ്യക്തിപരമായ ആലോചനകൾ പറഞ്ഞു തന്നു കർത്താവേ. ഹാലേലൂയ. സകലിടത്തും ദൈവത്തിന്റെ മഹത്വത്തിന് തോന്നണം. ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിൽ, ഞങ്ങളുടെ കുടുംബ ജീവിതങ്ങളിൽ, ഞങ്ങളുടെ തലമുറകളിൽ, ഞങ്ങളുടെ സാമ്പത്തിക മേഖലകളിൽ ഞങ്ങളോട് സംബന്ധിച്ചുള്ള ഓരോ മേഖലകളിലും
വലിയ ദൈവ മഹത്വം വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ സ്തോത്രം. ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങളാണത്. അതുകൊണ്ട് നന്ദി പറയുന്നപ്പാ സ്തോത്രം. അങ്ങനെ ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിച്ചു നാഥാ. ഹാൽ ഇത്രമാത്രം സ്നേഹിപ്പാൻ ഞാനും എന്റെ കുടുംബവും എന്തുള്ളൂ എന്ന് ചോദിക്കത്തക്ക തരത്തിൽ ഹാലിൽ കർത്താവേ ഹാലിൽ ഞങ്ങൾ അങ്ങയുടെ മുന്നിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. ഇപ്പോൾ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഓരോരുത്തരെയും ഹാലിൽ കടന്നു വന്ന ഓരോരുത്തരെയും അങ്ങയുടെ പാത്തിങ് സമർപ്പിക്കുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ചതിനായ സ്തോത്രം. ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും, ഇതിൽ ശുശ്രൂഷിച്ച എല്ലാവരെയും, ഹാലിൽ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കുമാറണം. ദൈവം മാത്രം മഹത്വം എടുക്കണം. അടിയന് തന്ന ഭാഗ്യത്തിനായ സ്തോത്രം യേശു ക്രിസ്തു നാമത്തിൽ ചോദിക്കുന്നു. സ്വർഗ്ഗസ്ഥ പിതാവേ കേൾക്കണമേ. ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. ഈ ദിവസങ്ങളിലെല്ലാം ദൈവത്തിന്റെ ആത്മാവ് നമ്മെ കേൾപ്പിച്ച എല്ലാ നല്ല ആലോചനകൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ 6 ദിവസം നൽകിയ കൂട്ടായ്മയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥനയോടെ തുടങ്ങിയ ഈ ഉപവാസ പ്രാർത്ഥന വളരെ അനുഗ്രഹമായി കർത്താവ് നമ്മെ നടത്തി. ആമേൻ. ഓരോ ദിവസവും ദൈവം നമ്മെ ഏറിയ ബലത്താൽ ദൈവം നിറച്ചു. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കേൾക്കപ്പെട്ട എല്ലാ ആലോചനകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ കേട്ടതുപോലെ വിടുതൽ സംഭവിക്കുന്നതിനാൽ നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനാം യേശു കർത്താവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ, അനുഗ്രഹം, വിശേഷാൽ ഈ കൂട്ടായ്മയിൽ കൂടി വന്ന സകല ദൈവ മക്കളോടും ഈ കൂട്ടായ്മയെ നയിക്കുന്ന കർത്താവിന്റെ ദാസനോടും ഇന്ന് രാത്രി സംസാരിച്ച ദൈവദാസനോടും കഴിഞ്ഞ നാളുകളിൽ സംസാരിച്ച ദൈവദാസന്മാരോടും ആമി സകല ദൈവ മക്കളോടും കർത്താവ് വരുവോളം തന്റെ കൃപയും അനുഗ്രഹവും സമാധാനം ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. നമ്മുടെ കർത്താവ് നമുക്ക് ജയം നൽകിയിരിക്കിയാൽ നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. ആമേൻ, ആമേൻ.